പി.കെ. വേണുഗോപാൽ, സഖാവ് ജെന്നി, സഖാവ് കെ. അജിത, സഖാവ് പി.വി. അനിത, സഖാവ് അരുൺ, സഖാവ് പി.എൻ. ബാബു, സഖാവ് ഷീജ, മറ്റ് സുഹൃത്തുക്കളെ, സഖാക്കളെ, കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളുടെ അടുത്ത കാലത്തായി മറൈൻ ഡ്രൈവിൽ നടന്ന ചുംബന സമരവും അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ 2 വ്യക്തികൾ അവരുടെ സ്വകാര്യ നിമിഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ചില വിഷയങ്ങൾ ഒളിക്യാമറകളിലൂടെ പകർത്തി അതൊരു വലിയ സദാചാര വിഷയമായി കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ അവതരിപ്പിക്കപ്പെടുകയും അതിനെ തുടർന്ന് തങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള വാശിയോടുകൂടി ഒരു കൂട്ടം ആളുകൾ ആ ഹോട്ടൽ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ട്. അതിനോടനുബന്ധിച്ച് എറണാകുളം മറൈൻ ഡ്രൈവിൽ കുറച്ച് ഫേസ്ബുക്കിലൂടെയുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ കുറച്ച് ചെറുപ്പക്കാർ ആഹ്വാനം ചെയ്യപ്പെട്ട ചുംബന സമരം എന്ന് പറയുന്ന ഒരു സമരത്തെ പോലീസും ജാതിമത വർഗീയ ശക്തികളും ഒന്നായി ചേർന്നുകൊണ്ട് അടിച്ചമർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായി വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, കാപ്പ് പഞ്ചായത്തുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പോലും, പുതിയതായി ഉണ്ടായിട്ടുള്ള ആം ആദ്മി പാർട്ടി, വലിയ പ്രതീക്ഷയോടുകൂടി വന്ന ആം ആദ്മി പാർട്ടി പോലും കാപ്പ് പഞ്ചായത്തുകളെ ന്യായീകരിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ വരുന്ന ഒരു വലതുപക്ഷ വൽക്കരണം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സദാചാര പോലീസും ഫാസിസവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നേറ്റ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ N.S. മാധവൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായ ഒരു കാലിൻ്റെ ഒരു ഫ്രാക്ചറുമായി ബന്ധപ്പെട്ടുണ്ട് ലേഷോർ ഹോസ്പിറ്റലിൽ ഹെൽഡപ്പ് ആവുകയും വരാൻ പറ്റില്ല എന്ന് വിഷമത്തോടു കൂടി നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കഴിഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായി നമ്മളുടെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും സ്ത്രീകളുടെ പ്രതീക്ഷയും അന്വേഷിയുടെ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് അജിതയാണ്. സഖാവ് അജിതയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ദിശാബോധത്തിന് വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും തൻ്റെ അഭിപ്രായം സുദൃഢമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സഖാവ് സുനിൽ പി ഇളയിടത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIM റെഡ് ഫ്ലാഗിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ജനകീയ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സഖാവ് പി.കെ. വേണുഗോപാലിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുകയും ചെയ്യുന്ന സഖാവ് TV അനിതയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AIYFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വളരെ സജീവമായ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സുദൃഢവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഖാവ് അരുണിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവജനവേദിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് P.N. ബാബുവിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ജനാധിപത്യ വനിതാ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് CM ഷീജയെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി സഖാവ് K. അജിതയെ ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സദസ്സിലെ എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഇങ്ങനെയൊരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ജനാധിപത്യ വനിതാ സംഘടന സംഘടിപ്പിച്ചതിൽ യാദൃച്ഛികമായിട്ട് ഉദ്ഘാടന ചടങ്ങ് ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. സാരമില്ല, എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ എൻ്റെ കടമ നിർവഹിക്കാം. ഇവിടെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്നിട്ടുള്ള ചുംബന സമരം എന്നുള്ള വിഷയമാണ്. അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മുടെ അഡ്വക്കേറ്റ് മിനി പറഞ്ഞു നിങ്ങളോട്. കോഴിക്കോട്ടെ ഡൗൺ ടൗൺ ഹോട്ടലിൽ വെച്ച് നടന്ന എന്തോ ചില സംഭവങ്ങളെ ക്യാമറയിൽ പകർത്തി ജയ്ഹിന്ദ് TV-യിൽ അത് വലിയ ഇഷ്യൂ ആക്കിയെടുക്കുകയും ഞാൻ അതിൻ്റെ ഒരു ട്രാപ്പിൽ വീണു പോയ ഒരാളാണ് എന്നുള്ളത് ആദ്യം നിങ്ങളോട് പറയട്ടെ. ജയ്ഹിന്ദ് TV എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ ഇവിടെ എല്ലാവിധ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും റൂം ഒരുക്കി കൊടുക്കുന്നുണ്ട്, വേദി ഒരുക്കി കൊടുക്കുന്നുണ്ട്, പ്രത്യേക റൂമുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ നാട്ടിൽ നടക്കുന്ന സ്ത്രീകൾക്കും കൗമാരപ്രായത്തിലുള്ള കൊച്ചു പെൺകുട്ടികൾക്കും എതിരായിട്ടുള്ള സെക്സ് റാക്കറ്റ് മാഫിയക്കെതിരെ ശക്തമായി പോരാടുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ ആ ഒരു സ്പിരിറ്റിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടെ സെക്സ് റാക്കറ്റ് പോലും നടക്കുന്നുണ്ട് എന്നൊരു സൂചനയാണ് ജയ്ഹിന്ദ് TV ലേഖകൻ എനിക്ക് തന്നത്. ഞാൻ പറയും, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി വേണം, പോലീസ് നടപടി എടുക്കണം. പോലീസ് നടപടി എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് നാട്ടുകാരിറങ്ങി പ്രവർത്തിക്കണം എന്നൊന്നുമല്ല. ഇത് വെച്ചിട്ട് അന്ന് തന്നെ ജയ്ഹിന്ദ് TV-യിൽ വളരെ മോശപ്പെട്ട ഒരു പ്രചാരണം ഉണ്ടാവുകയും ചെയ്തു. ആ ഹോട്ടൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ പോലീസ് നടപടിയെടുക്കണം എന്നുള്ളൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. അത് വല്ലാത്ത രീതിയിൽ വളച്ചൊടിക്കപ്പെടുകയും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നത്. ഇതിൽ ഞാൻ ട്രാപ്പിൽ വീണുപോയതാണെന്നും ഡൗൺ ടൗൺ ഹോട്ടലിൽ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും നടക്കുന്നില്ലെന്നും വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഹോട്ടലാണ് ഈ ഹോട്ടലിൽ നിന്നും മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് കുറച്ച് കാലമായിട്ട്, കോഴിക്കോട് എന്നല്ല കേരളത്തിൽ മൊത്തത്തിൽ കുറച്ച് കാലമായിട്ട് യുവാക്കൾ ഒന്നിച്ച് നടക്കുക, യുവാക്കൾ ഒന്നിച്ച് ഒത്തുചേരുക, പലതരത്തിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ യുവാക്കളുടെ പ്രണയിക്കാനുള്ള അവകാശം അംഗീകരിക്കാനുള്ള ഒരു അസഹിഷ്ണുത, അംഗീകരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അസഹിഷ്ണുതയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ വളരെ കാലമായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5-10 വർഷങ്ങളുടെ ഒരു ചരിത്രം ഇതിനുണ്ടാവും, സദാചാര പോലീസിങ് എന്നുള്ളൊരു വിഷയം നടക്കുന്നു. എത്രയോ പ്രണയ വിവാഹങ്ങളുടെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രണയ വിവാഹത്തിന് വേണ്ടിയുള്ള യുവാക്കളുടെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കുകയും അതിനെ വർഗീയമാക്കാതിരിക്കാൻ ശ്രമിക്കുകയും അതിനെയൊക്കെ ഏറെക്കുറെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് അന്വേഷിയുടെ ഷോർട്ട് സ്റ്റേ ഹോം എന്ന് പറഞ്ഞൊരു തണലുണ്ട്, താവളമുണ്ട്. താൽക്കാലികമായിട്ട് പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ താമസിപ്പിക്കുകയും ഞങ്ങൾ അത്തരം പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകൾ വിട്ട് പ്രണയിക്കുക എന്നുള്ളത് ഇന്ന് കേരളീയ സമൂഹത്തിലെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തെറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നിപ്പം ഞങ്ങളൊക്കെ പ്രണയിച്ച കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വിവാഹം കഴിച്ച കാലത്ത് അന്ന് വീട്ടുകാരുടെ എതിർപ്പ് അല്ലെങ്കിൽ കുടുംബക്കാരുടെ എതിർപ്പ് മാത്രം നേരിട്ടാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം NDTV-യുടെ ഒരു ലേഖിക എൻ്റെ അടുത്ത് വന്നപ്പം ഇത്തരത്തിൽ മറ്റൊരു വിഷയം, കോഴിക്കോട് പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിന്ദു പയ്യനും ഒരു മുസ്ലിം, അതായത് ഒരു ഹിന്ദു എൻജിനീയറായിട്ടുള്ള ഒരു പുരുഷനും
BDS പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയും തമ്മിലുള്ള ഒരു കല്യാണ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതായത് മതമൗലികവാദികളുടെ അല്ലെങ്കിൽ വർഗീയവാദികളുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളിൻ്റെ പ്രശ്നത്തിൽ അതിനെപ്പറ്റി നമ്മളുടെ പ്രതികരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഞങ്ങളുടെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സ്പേസ് വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും കമ്മ്യൂണിസം പകർത്തുക അല്ലെങ്കിൽ മതേതരത്വം മതനിരപേക്ഷത നടപ്പിലാക്കുക എന്നുള്ള രീതിയിലായിരുന്നു ജീവിക്കാൻ ശ്രമിച്ചിരുന്നത്. നേരെ എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരു ശ്രമം ഇത്തരം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ജനാധിപത്യ വനിതാ സംഘടന അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു സംഘടന ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നം വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതാണ്. അതായത് രാഷ്ട്രീയം വേറെ ജീവിതം വേറെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായിരിക്കാം, അല്ലെങ്കിൽ BJP ആയിരിക്കാം, അല്ലെങ്കിൽ NDF ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ ഏതെങ്കിലും കേരള കോൺഗ്രസ്സോ അങ്ങനെ ഏതെങ്കിലും വിഭാഗങ്ങളായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാ ചടങ്ങുകളും എല്ലാ ആചാരങ്ങളും അതുപോലെ തന്നെ നടപ്പിലാക്കുന്ന ഒരു രീതി കുറേ കാലമായിട്ട് നമ്മുടെ ഇടയിൽ വളർന്നു വരികയാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, അതായത് പഴഞ്ചൻ ആചാരങ്ങളും സംസ്കാരങ്ങളും രീതികളും ഒക്കെ തന്നെ നിഷേധിക്കാനാവാത്ത രീതിയിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു മതത്തിൻ്റെ പരിധി വിട്ട് ജാതിയുടെ പരിധി വിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പ്രണയിക്കുകയും ചെയ്താൽ അപ്പോൾ അതിലിടപെടുന്നത് സ്വന്തം വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ മാത്രമല്ല, ഈ തരത്തിൽ സദാചാര പോലീസിൻ്റെ പോലീസിങ്ങിനുള്ള ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത കുറേ വർഗീയ സംഘടനകൾ കൂടിയാണ്. ഇപ്പോൾ യുവമോർച്ചയും NDF-ഉം SDPI-യും ഇങ്ങനെ എത്ര സംഘടനകളാണ് അന്ന് ഇവിടെ പ്രതികരിച്ചതെന്ന് നമുക്കറിയാം, ചുംബന സമരത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള യുവജനങ്ങളുടെ ഒരു ശക്തമായ പ്രതിഷേധമായി തന്നെയാണ് ഞങ്ങൾ ഈ ചുംബന സമരത്തെ കാണുന്നത്. ചുംബന സമരത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചുംബന സമരം തന്നെ വേണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ വിലക്കപ്പെട്ടിട്ട് നാളുകളേറെയായി. അതൊക്കെ തിരിച്ചു വരണം. എന്തുകൊണ്ട് ഒരു അമ്മയ്ക്ക് മകനെ സ്നേഹിച്ചുകൂടാ, ഒരച്ഛന് മകളെ സ്നേഹിച്ചുകൂടാ, അല്ലെങ്കിൽ ഒരു അമ്മാവന് മരുമകളെ സ്നേഹിച്ചുകൂടാ? എന്തുകൊണ്ട് ഇപ്പം ഒരു കമിതാവിനെ കെട്ടിപ്പിടിച്ചുകൂടാ പരസ്യമായിട്ട്? ഒരു സ്നേഹമുള്ള മനുഷ്യർ തമ്മിൽ അന്യോന്യം കാണുമ്പോൾ, ഇപ്പോൾ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ നമ്മൾ കാണുന്ന സമയത്ത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. ആരും ഒരു അനാശാസ്യമായിട്ടോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ തൊട്ടുപോയാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ഷെയ്ക്കാൻഡ് കൊടുത്താൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. അത്രയ്ക്ക് സദാചാരപരമായിട്ടുള്ള സമീപനം പുലർത്തുന്ന ഒരു നാടാണ് കേരളം. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താ വെച്ചാൽ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുമുണ്ട്. കപടമായിട്ടുള്ള സദാചാരം എന്നുള്ളത് നമ്മുടെ മുഖമുദ്രയാണെന്ന് പറയേണ്ടി വരും. ഇതെല്ലാം തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ചുംബന സമരത്തെ എതിർത്ത ഒരു പ്രധാന വ്യക്തി നമുക്കറിയാം, കേരളീയ സംസ്കാരത്തിനെതിരാണിതെന്ന് പറഞ്ഞു. അപ്പോൾ കേരളീയ സംസ്കാരം എന്താണ്? മാറുമറയ്ക്കൽ പ്രസ്ഥാനം ഉണ്ടായിരുന്ന നാടാണ്. മാറ് തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കണം സ്ത്രീകൾ എന്ന് പറഞ്ഞിരുന്നൊരു കാലത്ത് മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത സ്ത്രീകളുടെ ഒരു ചരിത്രം നമുക്കിവിടെ ഉണ്ട്. അതുപോലെ എന്തെല്ലാം തരത്തിൽ ഇപ്പം ഒന്നൊന്നായിട്ട് ഞാൻ എണ്ണി പറയുന്നില്ല. ഇപ്പോൾ കപട സദാചാരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാകട്ടെ, ഇനി ഇപ്പോൾ ഞാൻ വേറൊരു കാര്യത്തിൽ ഞാൻ പറയാം, പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും യഥാർത്ഥ പ്രണയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ജാതികളുടെയും മതത്തിൻ്റെയും എല്ലാം അതിരുകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിൽ തന്നെ സ്നേഹിക്കണം, പ്രണയിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ
വിവാഹത്തിൻ്റെ കാര്യത്തിൽ വിവാഹം എന്നുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുക, ഇന്ന് വിവാഹം മാത്രമല്ലല്ലോ, നിയമപരമായ വിവാഹങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളത്, ഒരുമിച്ച് ജീവിക്കുന്ന ആണും പെണ്ണും ഉള്ള നാടും കൂടിയാണിത്. അപ്പോൾ ലൈസൻസ് അല്ലെങ്കിൽ നിയമപരമായ ലൈസൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാവൂ, നിങ്ങൾ തമ്മിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ പാടുള്ളൂ എന്ന് പറയുന്ന ആ നിയമത്തെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അങ്ങനെ എത്രയോ കപ്പിൾസ് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ജീവിക്കുന്നത് ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട്. ഇതിപ്പോൾ എല്ലാവരും അംഗീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചുംബന സമരം ഉയർത്തിവിട്ട സംവാദത്തിൻ്റെ അല്ലെങ്കിൽ വിവാദങ്ങളുടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ആരോഗ്യകരമായ ഒരു വിവാദം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം വളരെ കാലമായിട്ട് ഈ നാട്ടിൽ ഈ അസഹിഷ്ണുത, മതപരമായ അസഹിഷ്ണുത, ജാതിപരമായ അസഹിഷ്ണുത, ഇതെല്ലാം വളരെ ശക്തമായിട്ട് വേരോടിക്കൊണ്ടിരിക്കുകയും എല്ലാ ജാതി സംഘടനകളും എല്ലാ മതസംഘടനകളും എല്ലാ വർഗീയ സംഘടനകളും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ അന്തരീക്ഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ജീവിച്ചതുപോലുള്ള ജനാധിപത്യത്തിൻ്റേതായ അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരാൾക്ക് RSSകാരനാണ് ഞാനെന്ന് പറയാൻ ഭയങ്കര ലജ്ജയായിരുന്നു, നാണക്കേടായിരുന്നു, ആരും അത് പറയില്ല. ഇന്നിപ്പോൾ അതാണ് മാനം എന്നാണ് ധരിക്കുന്നത്. ഇന്നിപ്പോൾ അതിനാണ് വെയിറ്റുള്ളത്. RSSകാരനാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ NDFകാരനാണെന്ന് പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ കപ്പിളുണ്ടല്ലോ, പാറക്കടവിലെ കപ്പിള്, അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയും, അതായത് ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും അവരെ സംരക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പയ്യനും പെണ്ണും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ പോകുന്നിടത്തൊക്കെ വാടക ഗുണ്ടകളെ വിട്ടുകൊണ്ട്, ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഈ അടുത്ത ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരു 9ഓളം വാടക ഗുണ്ടകൾ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയ ഒരു ന്യൂസ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന എല്ലാ ജില്ലയിലും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുമായി ഇടപഴകണം, ആരുമായി സൗഹൃദം വേണം, ആരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നിഷേധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് കേരളത്തിൽ നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ എന്താ പറയുക, ഇടപഴകി ജീവിക്കുന്ന അല്ലെങ്കിൽ ഇടപഴകി നടത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള കലാപരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാംസ്കാരിക സംഭവങ്ങളോ ഇവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നമ്മുടെ ബസ്സിൽ തന്നെ ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സീറ്റ് 40%, ആണുങ്ങൾക്ക് ബാക്കി. ആണുങ്ങൾക്ക് മാത്രമല്ല, അത് ജനറലാണ്, എല്ലാവർക്കും ഇരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മറ്റേതൊരു സ്റ്റേറ്റിൽ പോയാലും ഇങ്ങനെ ഒരു വേർതിരിവ് കാണില്ല. അവിടെ ആണും പെണ്ണും ഒരുമിച്ച് ഒരുപോലെ ഇരിക്കും. ഒരു സ്വന്തം ഭർത്താവല്ലാത്ത, സഹോദരനല്ലാത്ത, മകനല്ലാത്ത ഒരാളുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സദാചാര പ്രശ്നം ഉണ്ടാവുന്നില്ലേ? കണ്ടോ, അവളൊരു തൻ്റെടിയാണ്, അവളൊരു വഴിപിഴച്ച പെണ്ണാണ്. അത് അപ്പോഴും പെണ്ണിനെ തന്നെ കുറ്റപ്പെടുത്താനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രവണത ഉണ്ടാവുന്നത്. അത്ര എളുപ്പമാണ് ആൾക്കാർക്ക് പെണ്ണുങ്ങളെ കുറ്റം പറയാൻ. കാരണം പെണ്ണിൻ്റെ സദാചാരം പെണ്ണ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അത് നശിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിച്ചു. ഇപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, അത് അവളുടെ കുറ്റമാണെന്ന് പറയുന്ന ഒരു നാടല്ലേ നമ്മുടേത്. ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ കാരണക്കാരി അവൾ തന്നെയാണ് എന്ന് പറയുന്നിടത്ത് ബലാത്സംഗം ചെയ്ത അല്ലെങ്കിൽ ബലാത്സംഗത്തിന് എന്താ പറയുക ഒരുങ്ങി വന്ന ആ ഒരു ക്രിമിനൽ കുറ്റവാളിയെ അവിടെ വീണ്ടും നമ്മൾ എന്താ പറയുക സിമ്പതറ്റിക്കായിട്ട് കാണുകയാണ്. കുറ്റവാളിയോടാണ് സിമ്പതി കാണുന്നത്. എന്തുകൊണ്ടാണ് ബലാത്സംഗം ചെയ്തത്? അത് അവൾ അങ്ങനെ ചെയ്തിട്ടാ എന്നുള്ള രീതിയിൽ അതിനൊരു ന്യായീകരണം കാണാം. അപ്പം സ്ത്രീകളുടെ വേഷവിധാനമാണ് ബലാത്സംഗത്തിന് കാരണം എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ 3 വയസ്സായ കുട്ടി, 4.5 വയസ്സ്, ഞങ്ങളവിടെ കോഴിക്കോട് നാദാപുരത്ത് നടന്നതാണ് ഈ അടുത്ത ദിവസം. 4.5 വയസ്സായ കുട്ടി അതിനെ ബലാത്സംഗം ചെയ്തു. അതെന്ത് വേഷം ധരിച്ചിട്ട് അതിനോട് ഈ തരത്തിലൊരു വികാരം ഈ ചെയ്തവർക്കുണ്ടായത് എന്ന് നമ്മൾ ചോദിക്കണ്ടേ? അതുപോലെ 90 വയസ്സായ അമ്മൂമ്മ, ഇവരൊക്കെ എന്ത് വേഷം ധരിച്ചിട്ടാണ് ഈ തരത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതില്ലേ? ഇത് വേഷവിധാനത്തിൻ്റെ പ്രശ്നമാണോ, അതോ നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ രൂഢമൂലമായിട്ടുള്ള ഒരു പുരുഷാധിപത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ്റെ ലൈംഗിക ഉപകരണം മാത്രമാണ്, പുരുഷൻ എപ്പോഴും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനാകുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ള അടിസ്ഥാനപരമായ ചിന്താഗതിയുടെ അടിമകളല്ലേ ഇവരൊക്കെ?
അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടല്ലേ അവർ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഏത് പ്രശ്നത്തിലും ഇപ്പോൾ പരസ്യമായിട്ട് എന്ത് ചെയ്താലും അതിൽ സദാചാരം കാണുകയും, അപ്പം പരസ്യമായിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് വന്നത് രഹസ്യമായിട്ട് ഇവർ ലൈംഗിക ബന്ധം പുലർത്തി അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതാരും അറിയേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അറിഞ്ഞാൽ മാത്രമേ പുറം ലോകം അറിയുമ്പോൾ മാത്രമേ അത് ചർച്ച ചെയ്യപ്പെടുള്ളൂ. അതേസമയം നമുക്കറിയാം എത്രയോ പ്രണയങ്ങൾ, കപട പ്രണയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പെൺകുട്ടികളെ ചതിക്കുന്ന പെൺകുട്ടികളെ പ്രണയത്തിന് നമുക്ക് ആരുമായിട്ടും പ്രണയിക്കാം. പക്ഷെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ നമ്മൾ സ്വന്തം ജാതിയും പിന്നെ കൂടുതൽ പണമുള്ള വീട്ടുകാരെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുക എന്നുള്ള സമീപനമാണ് ഇന്ന് പല കല്യാണങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രണയിച്ച ആളെ ചവിട്ടി മെതിച്ച് അപ്പുറത്തേക്ക് തള്ളും. അപ്പം ഈ തരത്തിൽ യഥാർത്ഥത്തിലുള്ള പ്രണയങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും തന്നെയാണ്. ഇപ്പോൾ ചുംബന സമരം നടത്തിയത് ഈ തരത്തിൽ സദാചാര പോലീസിങ്ങിന് വിധേയരായ അല്ലെങ്കിൽ സദാചാര പോലീസിനെതിരായ ശക്തമായ പ്രതിഷേധമുള്ള ഒരു യുവതലമുറയാണ്. ആ യുവതലമുറയുടെ ആ ചെയ്തിയെ അംഗീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള സദാചാര പോലീസിങ്ങിനെ വ്യംഗ്യമായിട്ടെങ്കിലും അംഗീകരിക്കുകയാണ് എന്നുള്ളൊരർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കിതിനെ ഒരിക്കലും അംഗീകരിച്ചുകൂടാ. സദാചാര പോലീസിങ് അവസാനം വരുമ്പം നമ്മുടെ ജീവിതത്തിനും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഫാഷിസം ഊർന്നിറങ്ങുന്നത് ഈ തരത്തിലുള്ള സദാചാര പോലീസിങ്ങിലൂടെ തന്നെയാണ് എന്ന് ഞാൻ പറയും. സ്ത്രീകളിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറക്കെ പറയാം. കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ അപ്പം മുസ്ലിം സംഘടനകൾ ഇടപെടും. ഒരു ഹിന്ദു പെൺകുട്ടിയാണ് ഇടപെട്ടതെങ്കിൽ അപ്പോൾ ഹിന്ദു സംഘടനകൾ ഇടപെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ പ്രണയിക്കുന്നവർക്ക് സ്വന്തം കുടുംബക്കാരെ മാത്രം പേടിച്ചാൽ പോരാ, ഈ സംഘടനകളെയും കൂടി പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഇന്നാട്ടിലെ പുരോഗമന ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കും പ്രസ്ഥാനങ്ങൾക്കും തന്നെയാണ്. അതിന് മുൻകൈ ഇത്തരത്തിലുള്ള സംവാദങ്ങളും മറ്റൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ വനിതാ സംഘടന എടുത്തത് വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിലും എനിക്ക് ഡോക്ടർ എന്നോട് വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് കുറച്ച് കാലമായിട്ട് ഒരു ചുമയുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഒന്ന് കുറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ സ്പിരിറ്റ് ഇതാണ്. യുവജനങ്ങളുടെ ഈ പ്രതിഷേധം വളരെ വളരെ ചരിത്രത്തിനാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനോടൊപ്പം നിൽക്കേണ്ടത് ഓരോ മനുഷ്യ സ്നേഹിയുടെയും ഉത്തരവാദിത്തമാണ്. പ്രണയിക്കാനുള്ള അവകാശം, സ്നേഹിക്കാനുള്ള അവകാശം അതിലാരും കൈകടത്താൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് സഖാവ് സുനിൽ പി ഇളയിടത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, കൊച്ചിയിലെ ചുംബന സമരം വാസ്തവത്തിൽ പുറത്തു കൊണ്ടുവന്നത് ഒരാധുനിക സമൂഹം എന്ന നിലയിൽ പരിവർത്തനപ്പെടുന്നതിൽ കേരളം എത്രത്തോളം പിന്നിലാണ് എന്ന വളരെ വലിയൊരു പ്രശ്നത്തെയാണ്. ഒരുപക്ഷെ അത് പുറമേക്ക് ആവിഷ്കൃതമായത് കേരളത്തിലെ എല്ലാ മത വർഗീയ യാഥാസ്ഥിതികത്വവും കൈകോർത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സമര മുഖം രൂപപ്പെട്ടു എന്ന നിലയിലാണ്. ചുംബന സമരത്തിനെതിരെ കൈകോർത്തതിൽ അതിനൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ ശത്രുത പ്രഖ്യാപിച്ച് നിലകൊള്ളുന്നവരൊക്കെ ചുംബന സമരത്തിനെതിരെ ഒരുമിച്ച് നിന്നു എന്നത് നാം മനസ്സിലാക്കിയൊരു കാര്യമാണ്. അത് മതയാഥാസ്ഥിതികത്വം, മതമെന്നല്ല ഞാൻ പറയുന്നത്, മതയാഥാസ്ഥിതികത്വമാണ്. കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ സ്ഥിതി, മതത്തിൻ്റെ സ്ഥാനം ഏതാണ്ട് പൂർണ്ണമായും യാഥാസ്ഥിതികത്വവും വർഗീയതയും പൗരോഹിത്യ അധികാരവും കയ്യാളിക്കഴിഞ്ഞു എന്നതാണ്. അതിൻ്റെ പ്രതിനിധികളാണ് അവിടെ പ്രകടമായി ഒത്തുചേർന്നത്. പ്രകടമായി ഒത്തുചേരാത്ത നിലയിലും ഈ വീക്ഷണത്തിന് വലിയ മേൽക്കൈയുണ്ട്. ഈ വീക്ഷണത്തിന് പല നിലയിലുള്ള ആവിഷ്കാരങ്ങളുമുണ്ട്.
അതുകൊണ്ട് തന്നെ ചുംബന സമരം എന്നത് വാസ്തവത്തിൽ കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും ശക്തിയുള്ള, കേരളീയ സമൂഹത്തെ അതിൻ്റെ ചരിത്രത്തിൽ വലിയ വഴിത്തിരിവിന് ആത്മപരിശോധനയ്ക്കും പ്രേരിപ്പിച്ച ഒരു ആവിഷ്കാരമായിരുന്നു എന്ന് പറയാം. പല സമരങ്ങൾക്കും ചരിത്രത്തിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി ഉണ്ടാവും. അത് ഒരു അവതരണം എന്ന നിലയ്ക്ക് അത് വളരെ ചെറുതായിരിക്കും. 40-50 പേരാണ് പങ്കെടുത്തത്. തടയാൻ വന്നതിൽ ആയിരങ്ങളുണ്ടായിരുന്നു, കാണാൻ വന്നതിൽ 10,000 ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഈ സമരം കേരളീയ സമൂഹത്തിനകത്ത് വലിയ തുടർചലനങ്ങൾക്ക് വഴിവെക്കാവുന്ന ആലോചനകൾക്ക് തുടക്കം കുറിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൻ്റെ നാനാതരം വിശദാംശങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. 2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ മുഖ്യമായും ശ്രമിക്കുന്നത്. ഒന്ന്, ഈ സമരത്തെ സംബന്ധിച്ച് ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രതിഷേധം, ഈ സമരത്തിന് കാരണമായി ആ സമരത്തിലേക്ക് എത്തിയ സന്ദർഭത്തെ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അജിത് ഇവിടെ പറഞ്ഞു. ഡൗൺ ടൗൺ റെസ്റ്റോറൻറ്റിലെ സംഭവങ്ങളെ സംബന്ധിച്ച്, വാസ്തവത്തിൽ ആ സംഭവത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ ഒന്നാമത് ഈ ചാനലിനെതിരെയാണ് നടപടി എടുക്കേണ്ടത്. ആ ചാനലിനെതിരെയാണ് നടപടി എടുക്കേണ്ടത്. അവിടെ നിന്നാണ് അത് ആരംഭിക്കേണ്ടത്. പക്ഷേ ആ ചാനൽ ചെയ്തത് ആ ചാനലിൻ്റെ മാത്രം പ്രവൃത്തിയല്ല. കേരളീയ പൊതുസമൂഹത്തിൽ ഇന്ന് വളരെ മേൽക്കൈ നേടിയിട്ടുള്ള ഒരു സംസ്കാരത്തെ ആവിഷ്കരിക്കുക മാത്രമാണ് ആ ചാനൽ ചെയ്തത്. അത് ആരുടെയും സ്വകാര്യതയിലേക്ക്, ഏത് ഒളിവിടങ്ങളിലേക്കും കടന്നു നോക്കി അവിടെ കാണുന്നത് ദൃശ്യവൽക്കരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ ഒരു വോയറിസത്തിൻ്റെ രഹസ്യാഭിലാഷ പൂർത്തീകരണത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷം കേരളത്തിലുണ്ട്. അത് കേരളീയ മധ്യവർഗ ജീവിതത്തെ വലിയ തോതിൽ ഇന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അതിന് ഒരു ആവിഷ്കാരം കൊടുക്കുകയാണ് ആ ചാനൽ വാസ്തവത്തിൽ ചെയ്തത്. അതിൻ്റെ പേരിൽ പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മതം എന്ന് പറയുന്നതിൻ്റെ അധികാരം ആര് കൈയാളുന്നു എന്ന ചോദ്യത്തിൽ വലിയ വ്യത്യാസം വന്നു. മതാധികാരം വർഗീയ ശക്തികളുടെയും തെമ്മാടിക്കൂട്ടങ്ങളുടെയും കയ്യിലേക്ക് വളരെ കൂടുതലായിട്ട് പോകുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ ആഴത്തിൽ വേറുള്ളതുമാണ്. കാരണം ഇന്ന് മതമെന്ന് പറയുന്നത് അത് വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ ധാർമ്മികമോ നൈതികമോ ആയ പ്രേരണയായി വളരെ ചുരുക്കമേ തിരിച്ചറിയപ്പെടുന്നുള്ളൂ. ക്രിസ്തുമതം വലിയൊരു സ്നേഹതത്വമാണ് എന്ന് പറയാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗാനുരാഗിയെ അംഗീകരിക്കണം, അയാൾക്ക് ദൈവാനുഭവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ വിധിക്കാൻ ഞാനാരാണ് എന്ന് മാർപ്പാപ്പ ചോദിക്കും. പക്ഷേ നമ്മുടെ പൊതുമതബോധം അത്രത്തോളം ഇന്നെത്തില്ല. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒറ്റതിരിഞ്ഞ വഴിയാണ്. ആ ഒറ്റതിരിഞ്ഞ വഴി, ഞാൻ പറഞ്ഞു വന്നത്, ഒരു മതം എന്ന് പറയുന്നത് വ്യാപകമായ അർത്ഥത്തിൽ അതിനോട് താത്വികമായി വിയോജിച്ചാലും നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാനം, മതം ഒരു നൈതിക പ്രേരണയായി ചിലപ്പോൾ പ്രവർത്തിക്കും. ഇസ്ലാം ഒരു സാഹോദര്യ ശക്തിയായി, ക്രിസ്തുമതം ഒരു സ്നേഹതത്വമായി, അദ്വൈത വേദാന്തം ഒരു ഏകതാ ദർശനമായി ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്താണ് മതം നീതിയെക്കുറിച്ചുള്ള, ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ പ്രവർത്തിച്ചൊരു കാലത്തെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നവോത്ഥാനം എന്നൊക്കെ മനസ്സിലാക്കി വരുന്നത്. ആ നൈതികമോ ധാർമ്മികമോ ഒക്കെയായ ഒരു ധാരയിൽ നിന്ന് മതം വളരെ കൂടുതൽ ആചാരപരമായി, വളരെ കൂടുതൽ അനുഷ്ഠാനവൽക്കരിക്കപ്പെട്ടു, പൗരോഹിത്യത്തിൻ്റെ പിടിയിലായി. അത് പെരുകി എല്ലാ നാട്ടിലും ആഴ്ചയിൽ ഓരോന്നെന്നുള്ള മട്ടിൽ മന്ത്രവാദവും യജ്ഞവും യാഗവും ഒക്കെ നടക്കുകയും അതിൽ ആ വിശ്വാസപൂർവം പങ്കെടുക്കലാണ് മതജീവിതമെന്ന് കരുതുന്നവർ വിശ്വാസികളിൽ ഭൂരിപക്ഷമായി തീരുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ്, ഈ വിശ്വാസബോധത്തിൻ്റെ മേൽത്തലപ്പായിട്ടാണ് ഈ തെമ്മാടിക്കൂട്ടങ്ങൾ മതത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് വാസ്തവത്തിൽ ഈ മാതിരിയുള്ള ഹിംസാത്മകമായ ഒരു നടപടിയുടെ പ്രതിനിധികളായി വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വേര് വളരെ ആഴത്തിലാണ്. ഇതിൻ്റെ വേര് ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ മതത്തിനുണ്ടായ പരിവർത്തനങ്ങളെ മുഴുവൻ തകർത്തിട്ട്, അതായത് ഗുരു എന്താ പറയുക, ഈ അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചനോ ഗുരുവോ അയ്യങ്കാളിയോ ബ്രഹ്മാനന്ദ ശിവയോഗിയോ ഒക്കെ പല നിലകളിൽ മതത്തിനകത്ത് നടത്തിയ ഇടപെടൽ മതത്തെ ഒരു നൈതിക ശക്തിയാക്കി മാറ്റണം എന്ന നിലയിലായിരുന്നു. അതിനു പകരം മതത്തെ ഒരാചാരാക്കുക, മതത്തെ ഒരു അനുഷ്ഠാനാക്കുക, മതത്തെ പൗരോഹിത്യാധികാരമാക്കുക.
അങ്ങനെ മാറ്റുകയും അതിൻ്റെ മുകളിലുള്ള ഒരു കുത്തകാധികാരം വർഗീയ ശക്തികളുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്യുക. ഇത് കേരളത്തിൽ വളരെ ആഴത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പുറമേക്ക് ഏത് രാഷ്ട്രീയം കൈയാളുമ്പോഴും അകമേ മതവർഗീയതയുടെ പിടിയിൽ അകപ്പെട്ട ഒരു വൻ സമൂഹമാണ് ഇന്ന് കേരളത്തിലെ മധ്യവർഗം എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല. ഈ മധ്യവർഗത്തിൻ്റെ ഏറ്റവും അക്രമോത്സുകമായ ഒരു പ്രാതിനിധ്യമാണ് വാസ്തവത്തിൽ ചുംബന സമരത്തിനെതിരെ തെരുവിലിറങ്ങിയത്. അതുകൊണ്ട് ഇറങ്ങാത്ത ഒരു വലിയ വിഭാഗത്തിൻ്റെ ജീവിതബോധത്തിലും ഇത് അലയടിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതിരുന്നൂടാ. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന് നിരക്കുന്നതല്ല എന്ന മട്ടിലൊക്കെയുള്ള വിശദീകരണങ്ങളുണ്ടായി. ഞാനതിൻ്റെ ചരിത്രപരമായ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളീയ സംസ്കാരമെന്നോ ഭാരതീയ സംസ്കാരമെന്നോ ഒക്കെ നാം പറഞ്ഞു വരുന്നത് വാസ്തവത്തിൽ ചില സവിശേഷ ഘട്ടങ്ങളിൽ ഒരു സമൂഹം തങ്ങളുടേത് എന്ന് സങ്കല്പിച്ചുണ്ടാക്കിയ ചില കാര്യങ്ങളെയാണ് എന്ന് നമുക്കിപ്പോൾ അറിയാം. ഇപ്പം ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയൊന്നും ചോദിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റാത്തൊരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഇന്നിപ്പോൾ ഉള്ളത്. സൽമാൻ ദേശീയ ഗാനം വെച്ചപ്പോൾ എഴുന്നേറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സൽമാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതും 10-30 ദിവസം ജയിലിൽ കിടന്നതും. അയാൾ രാജ്യദ്രോഹ കുറ്റത്തിന് വരെ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രാകൃതമായ നിയമം അനുസരിച്ച് വരെ അയാൾ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ദേശീയത എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്ന് കരുതിയ ഒരു കാലമാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം. ഈ വാചകം പറഞ്ഞത് ടാഗോറ, നാഷണലിസം ഈസ് എ ഡിസീസ് എന്ന്. ദേശീയതയ്ക്കെതിരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് കേസരി ബാലകൃഷ്ണപിള്ള. പക്ഷെ ഇന്ന് ദേശീയതാ വിമർശനം എന്ന് പറയുന്നത് വിധ്വംസകത്വമായിട്ടല്ലാതെ രാജ്യദ്രോഹമായിട്ടല്ലാതെ മറ്റേതെങ്കിലും നിലയിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, കേസരി ബാലകൃഷ്ണപിള്ള 1940 പറയുന്നൊരു കാര്യം, ലൈംഗികമായി ആധുനികവൽക്കരിക്കപ്പെടാത്തൊരു സമൂഹം ആധുനികമാകില്ല. ഇതന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വാചകമായിരുന്നില്ല. അതുകൊണ്ട് കേസരിയെ നമ്മൾ ബൂർഷ്വാ ജീർണതയുടെ പ്രതിനിധി എന്നൊക്കെയാണ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈംഗികമായി ആധുനികവൽക്കരിക്കപ്പെടണം. നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്ന, നമ്മുടെ ഈ സദാചാരം, ദാമ്പത്യ വ്യവസ്ഥ എന്നെല്ലാം പറയുന്നതിനകത്തുള്ള വൻതോതിലുള്ള അധികാര ബന്ധങ്ങളെ ജനാധിപത്യവൽക്കരിക്കാൻ ശ്രമിക്കാതെ സമൂഹത്തിൻ്റെ സൂക്ഷ്മതലത്തിൽ ജനാധിപത്യം നിലവിൽ വരില്ല. ഇന്ന് കേരളം ഒരു സമൂഹം എന്ന നിലയിൽ കേരളീയ യാഥാസ്ഥിതികത്വത്തിൻ്റെ കേന്ദ്രം, എന്നെ സംബന്ധിച്ച് സംശയമില്ലാത്ത കാര്യമാണ്, അത് കുടുംബം എന്നുള്ള സ്ഥാപനമാണ്. നമ്മൾ പുറത്താക്കിയെന്ന് കരുതുന്ന എല്ലാ മൂല്യങ്ങളും കുടുംബത്തിനകത്ത് ഭദ്രമായിട്ടുണ്ട്. ജാതി വീടിനകത്ത് ഭദ്രമായിട്ടുണ്ട്, മതം ഭദ്രമായിട്ടുണ്ട്, ആചാരങ്ങളൊക്കെ ഭദ്രമായിട്ടുണ്ട്, സ്ത്രീവിരുദ്ധത ഭദ്രമായിട്ടുണ്ട്, സർവാധിപത്യത്തിൻ്റെ എല്ലാ രൂപങ്ങളും വീടിനകത്തുണ്ട്, പുറത്ത് യാതൊന്നുമില്ല എന്ന് നമ്മൾ പണിക്കർ മാഷ് ഒരിക്കൽ പറയുന്നുണ്ട്. ഈ ചെരുപ്പ് ഒരു വീട്ടിനകത്ത് കയറുന്ന പോലെയാണ് ഇപ്പോൾ വീട്ടിൽ കയറുന്നതെന്നാണ്. ചെരുപ്പ് വീടിൻ്റെ പുറത്താണല്ലോ, അതുകൊണ്ട് മതനിരപേക്ഷരാണ്, വീടിൻ്റെ പുറത്താണ്, അകത്ത് കയറുമ്പോൾ മതമായി. ഇങ്ങനെ ഉള്ള ഒരു വിരുദ്ധ ജീവിതം വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ആധുനികീകരണത്തിൻ്റെ ഏറ്റവും കേന്ദ്ര പ്രശ്നം വാസ്തവത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളീയ സംസ്കാരം, ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നാം ഇന്ന് കൊണ്ടു നടക്കുന്നതിൻ്റെ ചരിത്രത്തിലെ വേരുകൾ എവിടെയാണ്? ഇപ്പം സാരി ആരുടെ വസ്ത്രമാണ്? വളരെ ലളിതമായിട്ട് ചോദിച്ചാൽ സാരി ആരുടെ വസ്ത്രമാണ്? ബംഗാളിലെയും മഹാരാഷ്ട്രയിലെയും ഉപരിവർഗ ബ്രാഹ്മണ സ്ത്രീകൾ ധരിച്ചിരുന്ന ഒരു പ്രത്യേക വസ്ത്രമാണ്. ഈ ബംഗാളിലെ ഉപരിവർഗ ബ്രാഹ്മണരുടെ വസ്ത്രത്തെ ദേശീയ വസ്ത്രമാക്കി മാറ്റാനും അത് സ്ത്രീയുടെ പൊതുവസ്ത്രമാക്കി മാറ്റാനും നിർബന്ധം ചെലുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ഒന്ന് ബംഗാളിലെ കൊളോണിയൽ മിഷണറി പ്രവർത്തനമാണ്, 2 രവിവർമ്മയുടെ ചിത്രങ്ങളാണ്. ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് അതിനു മുമ്പുള്ളതാണോ ഭാരതീയം? അങ്ങനെയുമല്ല. ഇപ്പോൾ ഖജുറാഹോ ആണോ ഭാരതീയം? മട്ടാഞ്ചേരിയിലെ ചുമർചിത്രമാണോ ഭാരതീയം? ശ്രീകൃഷ്ണൻ്റെ രതിലീലകളാണോ ഭാരതീയം എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഭാരതീയമല്ല. ഭാരതീയം എന്നത് വാസ്തവത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്കുണ്ടാകുന്ന ചില പ്രതീക്ഷകളുടെ പേരാണ്, അല്ലാതെ സത്താപരമായി ഭാരതീയമായി ഒന്നുമില്ല, കേരളീയമായിട്ട് ഒന്നുമില്ല. കേരളീയ സംസ്കാരം എന്നൊക്കെ പറയും. ഞാൻ സന്ദർഭമായിട്ട് പറയാം, NV കൃഷ്ണവാര്യർ പറയുന്നുണ്ട്, ഈ മഹാബലി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുറപ്പെട്ടത് യൂഫട്ടീസ് ടൈഗ്രീസ് തീരത്ത് നിന്നാണ് എന്ന് പറയുന്നുണ്ട്. നിനേവയിലെ പഴയ ചക്രവർത്തിയുടെ പേരാണ് മഹാബലി. 14 ചക്രവർത്തിമാരുടെ വിവരം കിട്ടിയിട്ടുണ്ട്. ബലി എന്നാണ് സ്ഥാനപ്പേര്.
അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ആ ബലി എന്നുള്ള പഴയ ചക്രവർത്തിയുടെ ഓർമ്മ ഏതോ നിലയിൽ കേരളത്തിൽ തുടരുന്നതാണ് കേരളത്തിലെ ഓണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാബലി സദ്ദാം ഹുസൈൻ്റെ പഴയ മുത്തച്ഛന്മാരിൽ ഒരാളായിട്ട് വരും മഹാബലി, ആലോചിച്ച് പോയാൽ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ തനിമ എന്ന് പറയുന്നു, നമ്മുടെ നാലുകെട്ട്, നമ്മുടെ പടിപ്പുര. എവിടെ നിന്ന് വന്നു പടിപ്പുര? ചൈനയിൽ നിന്ന് വന്നതാ. രവിവർമ്മ വരച്ച നായർ സ്ത്രീകളുടെ മുടികെട്ടുണ്ടല്ലോ, ചൈനീസ് കേശാലങ്കാരാണ്. നമ്മുടെ പുട്ട്, അതിപ്പോൾ ഈ പുതിയ സിനിമയിലുണ്ട്, നമ്മുടെ യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ഇത് കണ്ടിയപ്പല്ലേന്ന് 19-ാം നൂറ്റാണ്ടിൽ കഴിക്കില്ലായിരുന്നു. 20-ാം നൂറ്റാണ്ട് പകുതി വരെ കേരളത്തിലെ മേൽജാതിക്കാരും പുട്ട് കഴിക്കില്ലല്ലോ, പിടിയപ്പലഹാരമല്ലേ. ഇന്ന് പുട്ട് ഹെറിറ്റേജ് ഫുഡാണ്, 50 തരം ഫുഡാണ്. ഒരു കഷ്ണം പുട്ടിട്ടുണ്ടെങ്കിൽ 50 റുപ്യ കൊടുക്കണം, അമ്മാതിരി വിലയായി. ഞാൻ പറഞ്ഞു വന്നത് പാരമ്പര്യം, സംസ്കാരം, തനിമ, സ്വരൂപം എന്നൊക്കെ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഒരു ജനസമൂഹം സ്വന്തം ഭൂതകാലത്തെ സങ്കല്പിച്ചുണ്ടാക്കുന്നതിൻ്റെ പേരാണ്. അതിൽ കവിഞ്ഞ് ഒരു മഹത്വമില്ല. സങ്കല്പക്രമം മാറുമ്പോൾ പുതിയ ക്രമം വരും, അത്രേ ഉള്ളൂ. അത് ഓരോ സമൂഹത്തിനും അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം, അത് തീർത്തും തെറ്റാണെന്നോ അങ്ങനെ ദേശീയതയെ ഭാവന ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയണത്. പക്ഷെ ചരിത്രപരമാണ്. അതിൻ്റെ ദൗത്യം കഴിഞ്ഞാൽ വിട്ടേക്കണം, അതിനപ്പുറം ഒന്നുമില്ല. ആധുനിക കുടുംബവ്യവസ്ഥയ്ക്ക് നാടുവാഴിത്തത്തിനെതിരായ കലഹത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു വിപ്ലവാത്മകമായ മൂല്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അത് എടശ്ശേരി പറഞ്ഞതാണ്, വെളിച്ചം തൂകിടും തോറും തൂകിടുന്നോളം പൂജാർഹം താനൊരാശയം, അതിരുണ്ടഴൽ ചാറുമ്പോൾ പൊട്ടിയാട്ടുക താൻ വരം എന്ന് പറയുന്നുണ്ട്. ഇരുണ്ട് അത് ഹീനമായി കഴിഞ്ഞാൽ ആട്ടിപ്പുറത്താക്കുക തന്നെയാണ്. അങ്ങനെ ആട്ടിപ്പുറത്താക്കേണ്ട എല്ലാം കൂടി കൂടിയിരിക്കുന്ന സ്ഥലമാണ് വാസ്തവത്തിൽ ഇന്ന് കേരളീയ മധ്യവർഗ ഗൃഹജീവിതം എന്ന് പറയുന്നത്. ഈ ഗാർഹികതയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഈ എന്താ പറയുക വൈകൃതങ്ങളാണ് വാസ്തവത്തിൽ കേരളീയ ജീവിതത്തെ ഇന്ന് വലിയ തോതിൽ ഹിംസാത്മകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, ഈ ചുംബന സമരം എന്ന് പറയുന്നതിന് ഈ കേരളീയ സംസ്കാരത്തിനെതിരെ, ഭാരതീയ സംസ്കാരത്തിനെതിരെ എന്നൊന്നും പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമില്ല. നാം കേരളീയം ഭാരതീയം എന്ന് പറയുന്ന സാംസ്കാരിക സങ്കല്പങ്ങൾ രൂപപ്പെട്ട 2 അടിസ്ഥാന ചട്ടക്കൂടുകൾ ഏതൊക്കെയാണ്? ഒന്ന്, പൗരസ്ത്യവാദികൾ പറഞ്ഞുണ്ടാക്കിയ കുറേ ആശയങ്ങൾ. ഇന്ത്യ ഭാരതീയത, കേരളീയത എന്നൊക്കെ പറയുന്നത് ആധ്യാത്മികമായ സദാചാരപരമായ ആശയങ്ങളുടെ ലോകമാണ് എന്നൊക്കെ 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലൊക്കെ വേരുപിടിച്ച ആശയങ്ങൾ വാസ്തവത്തിലുണ്ടായത് ഇന്ത്യയിലല്ല, വാസ്തവത്തിൽ പൗരസ്ത്യവാദികൾ ഉണ്ടാക്കിയതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് നമുക്ക് ഈ ആശയങ്ങളോടൊരു താല്പര്യമൊക്കെ തോന്നി, നമ്മളത് ഏറ്റെടുത്തു, പറഞ്ഞു നടന്നു. അങ്ങനെ ഭാരതീയ കുടുംബ സങ്കല്പം, കേരളീയ കുടുംബ മാതൃക തുടങ്ങിയതൊക്കെ ഒരു ഘട്ടത്തിൽ പ്രബലമായി. ഇങ്ങനെ പ്രബലമായപ്പോഴും കേരളത്തിൽ സംഭവിച്ചത് ഒരാധുനിക സമൂഹത്തിലേക്ക് പരിവർത്തനപ്പെട്ടു വന്ന ഘട്ടത്തിൽ ആ പരിവർത്തന പ്രക്രിയയുടെ കേന്ദ്രത്തിൽ സ്ത്രീ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ സൂക്ഷ്മമായൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 928 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, 38 തൊഴിൽ കേന്ദ്രത്തിലേക്ക് വന്നത്. തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഉയർത്തിയ പ്രശ്നം എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തിയിട്ട് കാര്യം അവസാനിക്കില്ല, മറിച്ച് സാമൂഹിക അധികാരം, സാമ്പത്തിക അധികാരം, സാംസ്കാരിക അധികാരം ഇതുകൂടി കൈയാളാൻ കഴിയാതെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ 938 വന്ന തൊഴിൽ കേന്ദ്രത്തിലേക്ക് പിന്നെ ഓർമ്മയിലേ ഇല്ലാതായിപ്പോയി. അടുത്തിടക്കാണ് നമ്മൾ ഈ നാടകം തന്നെ പിന്നെ ഓർത്തു തുടങ്ങിയത്. കേരളത്തിലെ ആധുനീകരണത്തിൻ്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ആധുനികമായി തീർന്ന സ്ത്രീ ജീവിതത്തിൻ്റെ പാറ്റേൺ എന്താണ്? മധ്യവർഗ ഗൃഹനായികയായി മാറലാണ് കേരളത്തിലെ സ്ത്രീത്വത്തിൻ്റെ മാതൃകാസ്ഥാനമായിട്ട് സങ്കല്പിക്കപ്പെട്ടത്. ഈ ഗൃഹനായികത്വം, ഡൊമസ്റ്റിക്കേഷൻ, ഞാൻ പണ്ട് ഈ ഡൊമസ്റ്റിക് എന്നുള്ള വാക്ക് കേട്ടത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. കൗ ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുക. ഇങ്ങനെ ഡൊമസ്റ്റിക്, ഈ ഡൊമസ്റ്റിക്കേഷനാണ് സംഭവിച്ചത്. ഞാനിത് വെറുതെ പറയണമല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുള്ളത് കേരളത്തിലാണ്, ശരാശരി എടുത്താൽ ഏറ്റവും കൂടുതൽ. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിൻ്റെ കണക്ക് നോക്കൂ. ഇന്ന് ഇന്ത്യയിൽ 28ാമത്തെ സ്ഥാനത്താണ്. ഇപ്പോൾ 29 ആയിട്ടുണ്ടാവും, തെലങ്കാന കൂടി വന്നല്ലോ. 29 ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 29 സംസ്ഥാനമേ ഉള്ളൂ. 30 ഉണ്ടെങ്കിൽ നമ്മൾ 30 ആയേനെ. 13% കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം. മണിപ്പൂരിൽ 41, നാഗാലാൻഡിൽ 43, ഇറ്റലിയിൽ 70. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ കേരളത്തിലുണ്ട്. എവിടെ പോയി? പഠിച്ച പെണ്ണുങ്ങളെല്ലാം വീട്ടമ്മമാരായി.
വീട്ടമ്മമാരാകുന്നതാണ് ഗാർഹികതയുടെ ഈ ലോകത്ത് ആണ് സ്ത്രീയുടെ മാതൃകാ പദവി എന്നത് കേരളത്തിലെ ദേശീയ ആധുനിക സമൂഹ രൂപീകരണത്തിൽ വന്നു ചേർന്ന വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു. ഇത് പക്ഷേ കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ രാഷ്ട്രീയം ഗൗരവപൂർവ്വം അഭിസംബോധന ചെയ്തൊരു പ്രശ്നമല്ല. ഗാർഹികതയുടെ ഈ അടഞ്ഞ ലോകം, അതുകൊണ്ട് സ്ത്രീക്ക് എന്തില്ല? സ്ത്രീക്ക് സാമ്പത്തിക അധികാരമില്ല, സാമൂഹ്യ അധികാരമില്ല, സ്വശരീരത്തിൽ അധികാരമില്ല, ലൈംഗിക അധികാരമില്ല. സ്ത്രീയുടെ പദവിയെ ഒരു വിധേയ കർത്തൃത്വത്തിൽ ഉറപ്പിച്ചത് ഗാർഹികതയെ കേന്ദ്രമാക്കി രൂപപ്പെട്ടു വന്ന ഈ മധ്യവർഗപരമായ ഒരു ലോകബോധമാണ്. ആ ലോകബോധത്തിനകത്താണ് ഈ സ്പർശനം തെറ്റാവുന്നത്, ആൺപെൺ ബന്ധങ്ങൾ ലൈംഗികം മാത്രമായിത്തീരുന്നത്. അങ്ങനെ ആൺപെൺ ബന്ധങ്ങളെ അതിൻ്റെ സ്വാഭാവികതയിൽ നിന്ന്, ഒരുപക്ഷെ കേരളത്തിൽ ചരിത്രപരമായി മറിച്ചായിരുന്നൊരവസ്ഥയിൽ നിന്ന് പോലും അതിയാഥാസ്ഥിതികമാക്കി ഉറപ്പിച്ചെടുക്കുന്നതിൽ നമ്മുടെ ഗാർഹികതയ്ക്ക് ഇന്ന് വലിയ പങ്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വലിയ വേരിൽ നിന്ന്, ആഴത്തിൽ വേര് പിടിച്ച ഈ ചരിത്രത്തിൽ നിന്ന് പുറപ്പെട്ട സ്ത്രീവിരുദ്ധതയാണ് മതവർഗീയതയുടെ കൂട്ടുപിടിച്ച് ഫാഷിസ്റ്റ് സദാചാരബോധമായി ഇപ്പോൾ വന്നത്. ഈ ഡൗൺ ടൗൺ പ്രശ്നത്തിലും ഈ കൊച്ചിയിൽ നടന്ന സമരത്തിലും മറ്റൊരു കാര്യമുള്ളത്, ഒരു ഫാഷിസ്റ്റ് ഹുങ്ക് ഇന്ന് കേരളത്തിൽ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടിയുണ്ട് അതിനകത്ത്. അത് നമ്മൾ കാണണം. അത് കേവലം സ്ത്രീവിരുദ്ധത മാത്രമല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ന് പ്രഖ്യാപിക്കാൻ. ഈ സമരത്തിൽ പങ്കെടുത്തതാണ് TN ജോയി ചെയ്ത ഒരേ ഒരു കാര്യം. TN ജോയിയെ കയ്യേറ്റം ചെയ്യാനായിട്ട് കൊടുങ്ങല്ലൂർ ആളുണ്ടായി. സമരത്തിൽ പങ്കെടുത്തത് മാത്രമാണ്. നിങ്ങൾ ഏത് സമരത്തിൽ പങ്കെടുക്കണം, നിങ്ങൾ എങ്ങനെ സമരം ചെയ്യണം, ഏത് മുദ്രാവാക്യം വിളിക്കണം എന്ന് ആൾക്കൂട്ടം സംഘടിച്ച് ആ സംഘടനയുടെ ഹുങ്കിൻ്റെ കയ്യൂക്കിൻ്റെ ബലത്തിൽ പ്രഖ്യാപിക്കാമെന്ന് കരുതുന്ന, കഴിഞ്ഞ 6-7 മാസത്തിനിടയിൽ ഇന്ത്യയിലെമ്പാടും ഭരണസാരഥ്യമേറ്റ ഭയമുണ്ടല്ലോ, ആ ഭയത്തിൻ്റെ, ആ ഭയപ്പെടുത്തലിൻ്റെ ഒരു കേരളീയ ആവിഷ്കാരം കൂടിയായിരുന്നു ഡൗൺ ടൗൺ സംഭവവും ഇവിടെ വടിയുമായി വന്ന സദാചാര സംരക്ഷകരും. അതിലങ്ങനെ ഒരു ഘടകം കൂടിയുണ്ട്. അത് പുതുതായി രൂപപ്പെട്ടു വന്ന ഫാഷിസ്റ്റ് ഒരു സമീപനത്തിൻ്റെ ഹുങ്കിൻ്റെ ഒരു ആവിഷ്കാരമുണ്ട്. ഒരുപക്ഷെ ആ സമരത്തോട് വളരെ കൂടുതൽ ആളുകൾ ഐക്യപ്പെട്ടതിൻ്റെ മറ്റൊരു കാരണം, ഇതിനെതിരെ ഐക്യപ്പെട്ടതിന് കാരണം ഒരുപക്ഷെ ഈ പർട്ടിക്കുലർ ഞാൻ ഈ പറഞ്ഞ സദാചാരപരമായ പ്രശ്നം എന്നതിനേക്കാൾ ഈ ഫാഷിസത്തോടുള്ള ഇടഞ്ഞു നിൽപ്പ് എന്ന നിലയിൽ കൂടിയാണ്. ഇത് രണ്ടും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഈ രണ്ട് പ്രശ്നവും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതാണ്. മതങ്ങൾ വർഗീയതയുടെ എന്താ പറയുക, ഏറ്റവും പ്രകടമായ അഥവാ വർഗീയതയാൽ മാത്രം നയിക്കപ്പെടുന്ന, ഇപ്പോൾ ചുംബനമാണ് തെറ്റെങ്കിൽ കേരളത്തിലെ ആൾദൈവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരമായിട്ട് ചുംബനം മാറിയിട്ട് കാലത്രയും അല്ലേ ആണല്ലോ. പക്ഷെ അത് നമുക്ക് തർക്കമായില്ലല്ലോ, അതിലൊരു ആശ്വാസം തോന്നിയില്ലല്ലോ. അതുകൊണ്ട് ചുംബനാണോ ഇവിടെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ആര് ചുംബിക്കണം, എങ്ങനെ ചുംബിക്കണം, എന്താണ് ചുംബനത്തിൻ്റെ അർത്ഥം, എല്ലാം ഞങ്ങൾ പറയും. കടമ്പനിട്ട പണ്ട് പറയണില്ലേ, ഞങ്ങളാവട്ടെ, എല്ലാം ഞങ്ങൾക്കാവട്ടെ എന്ന് പറയുന്നില്ലേ? അങ്ങനെ കടമ്പനിട്ട പറഞ്ഞാൽ അതുപോലെ ഞങ്ങൾ പറയും, അത് നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് കരുതുന്ന ഒരു ഫാഷിസ്റ്റ് മുഷ്ക് ഒരു ഭാഗത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത്, ഈ ഫാഷിസ്റ്റ് മുഷ്ക് മാത്രമല്ല ഈ സമരത്തിന് എതിരായ, ചുംബന സമരത്തിനെതിരായ അല്ലെങ്കിൽ ഡൗൺ ടൗൺ സംഭവത്തിൻ്റെയൊക്കെ പിന്നിലെ വിശാല പ്രേരണ, അത് കേരളത്തിലെ ആധുനിക സമൂഹ രൂപീകരണത്തിൽ ആഴത്തിൽ വേര് പിടിച്ചിട്ടുള്ള സ്ത്രീവിരുദ്ധതയുടെ ഒരു തലം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന, ഇന്നിപ്പോൾ ഈ സമരം ശരിയോ തെറ്റോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ചുംബന സമരം ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റവർ ചെയ്തത് ശരിയല്ല, പക്ഷേ ചുംബന സമരവും ശരിയല്ല എന്ന് കരുതുന്ന വലിയൊരു വിഭാഗമുണ്ട്. കാരണം ശാരീരികതയുടെ ഏത് തരം ആവിഷ്കാരവും അശ്ലീലമായിരിക്കും എന്ന് കരുതാൻ പോന്ന, ആ കരുതലിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പെൺകുട്ടി എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നൊരു സമൂഹം. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താ? പെൺകുട്ടികൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് ഡൽഹി സംഭവത്തിന് ശേഷവും എഴുതിയ ആളാണ് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ആ പ്രശ്നത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ വാതിൽ തുറന്നിട്ടതിന് ശേഷം വീട്ടിൽ കള്ളം കയറരുതെന്ന് പറയരുതെന്ന്. അർത്ഥം വ്യക്തമാണല്ലോ. ഇങ്ങനെ പറഞ്ഞ ഒരാൾക്ക് കേരളീയ സമൂഹത്തിൽ ഇന്ന് എന്തെങ്കിലും അസ്വീകാര്യതയുണ്ടോ? കേരളീയ സമൂഹത്തിൽ ഇന്നും അദ്ദേഹം വളരെ ബഹുമാന്യനായ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ പൊതുസമൂഹവും ഒക്കെ വലിയ പരിഗണനകൾ നൽകുന്ന ഒരാളായി തുടരുന്നു.
അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മതം എന്ന് പറയുന്നത് അതിൻ്റെ നൈതികവും ധാർമ്മികവുമായ ശക്തിയിൽ നിന്ന് അതിൻ്റെ ആചാരപരതയിലേക്ക് വൻതോതിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് മതത്തിന് സംഭവിച്ച ധാർമ്മിക ച്യുതി, മറ്റൊന്ന് ആധുനിക കേരളത്തിൽ സംഭവിച്ച പുരുഷാധികാരത്തിൻ്റെ വളരെ ആഴത്തിലുള്ള കടന്നുകയറ്റം. ഞാനിതിനൊരു വേറൊരു കൗതുകം പറയാം. നമ്മുടെ ഇബ്സൻ്റെ നാടകമുണ്ടല്ലോ പാവവീട്. പാവവീടിൽ നോറ വാതിൽ കൊട്ടിയടച്ച് പുറത്തേക്ക് ഇറങ്ങാം. നിർണായകമായൊരു സന്ദർഭത്തിൽ തന്നെ കൈയൊഴിയുന്ന, തന്നെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരാളാണ് ഭർത്താവ്. അതാണല്ലോ ഇത് ഭർത്താവും ചെയ്യുക. അതാണ് വൈലോപ്പിള്ളി മറ്റേ കണ്ണീർപ്പാടം എഴുതിയത്. നമ്മൾ പിന്നെ ഞങ്ങൾ മാഷന്മാർ ക്ലാസ്സിൽ പറയുന്നത് അത് വൈലോപ്പിള്ളി ഭാര്യയും വൈലോപ്പിള്ളി തമ്മിലുള്ള വഴക്കിൻ്റെ കഥയാണെന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. വാസ്തവത്തിൽ ഇത് ദാമ്പത്യത്തിൻ്റെ പ്രശ്നമാണ്. നിയമം നിറവേറ്റൽ എത്ര, നയമെത്ര, അഭിനയമെത്ര, കുഴിച്ചു കുഴിച്ച് നാം അനിഷ്ട സ്മൃതികൾ തന്നെ അഴുക്ക് പരതിച്ചെന്ന് എത്തുന്നു നരകത്തിൽ എന്നത് ദാമ്പത്യത്തിൻ്റെ വിമർശനമാണ്. വൈലോപ്പിള്ളിയും ഭാര്യയും തമ്മിലുള്ള അടിയല്ല, അത് ഒരു സ്ഥാപന വിമർശനമാണ്. അങ്ങനെ ആഴത്തിൽ വേര് പിടിച്ച പുരുഷാധികാരപരമായ പ്രവണതകളെ നമുക്ക് മറികടക്കാനായിട്ടോ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ വ്യാപകമായ അർത്ഥത്തിലേക്ക് അതിനെ വികസിപ്പിക്കാനായിട്ടോ കഴിയണ്ടായില്ല. ആ കഴിവില്ലായ്മയിലാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ സ്ത്രീവിരുദ്ധത ആഴത്തിൽ വേരുപിടിച്ച് കിടക്കുന്നത്. അത് നേരത്തെ അജയച്ചി പറഞ്ഞതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പൊതുസമൂഹം, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒക്കെ വലിയ തോതിൽ വിമർശനാത്മകമായി പരിശോധിക്കേണ്ട ഒരു കാര്യം ആണ്, ഏറ്റെടുക്കേണ്ട കാര്യമാണ്. ഒരു സ്ത്രീയുടെ സ്വാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീയുടെ സ്വാധികാരം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിലും സ്വന്തം കാമനകൾക്കും സ്വന്തം സമ്പത്തിലും ഉള്ള സ്വതന്ത്രാധികാരം തന്നെയാണ്. അതിൽ കുറഞ്ഞൊന്നുമല്ല. പക്ഷെ അത്തരമൊരു സ്വതന്ത്രാധികാരം എന്നതിനെ സമ്പൂർണ്ണമായി റദ്ദാക്കി കളയാൻ പോകുന്നൊരു സ്ഥാപന രൂപമായിട്ടാണ് കുടുംബഘടന ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ജനാധിപത്യവൽക്കരിക്കുക. വാസ്തവത്തിൽ കേരള ആധുനികമായത് നാടുവാഴുത്തത്തിൽ നിന്ന് ആധുനികതയിലേക്ക് തിരിഞ്ഞു വന്നപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ നോറയുടെ പ്രശ്നം വന്നത്. നോറ വാതിൽ കൊട്ടിയടച്ച് പുറത്തിറങ്ങി. ഭർത്താവ് തന്നെ കൈയൊഴിയുന്നു എന്നറിഞ്ഞപ്പോൾ നോറ വാതിൽ കൊട്ടിയടച്ച് പുറത്തിറങ്ങി. അതിനെക്കുറിച്ച് പറയുന്നത് നോറ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഒച്ച കേട്ട് യൂറോപ്പ് ഞെട്ടിപ്പോയി എന്നാണ്. നമ്മുടെ സിനിമയിൽ നോക്കിയാൽ ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു രംഗം എന്ന് വെച്ചാൽ ഭർത്താവ് ഒന്ന് ഒറ്റ അടിയടിക്കുമ്പോൾ ഭാര്യ അകത്തേക്കാണ് പോവുക. ഡ്രോയിങ് റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകും, അകത്തേക്കാണ്. നോറ പുറത്തിറങ്ങിയിട്ട് കൊല്ലം 110. ഈ അകത്തേക്കുള്ള പോക്കുണ്ടല്ലോ, ഈ അകത്തേക്കുള്ള പോക്കിലാണ് പെണ്ണെന്തായിത്തീരണം എന്നതിൻ്റെ പേര്. അല്ലാതെ പെൺകുട്ടി ധരിച്ച വസ്ത്രമല്ല, പെൺകുട്ടിയുടെ പ്രകടനങ്ങളല്ല, അവളുടെ എന്താ പറയുക, ഈ പറയുന്നത് പോലെ അവൾ ധരിച്ച വസ്ത്രത്തിൻ്റെയും അവളുടെ മാദകത്വത്തിൻ്റെയും ഒക്കെയായ പ്രശ്നങ്ങളൊന്നുമല്ല. ഇത് സമ്പൂർണ്ണമായ അസംബന്ധമാണ്. പക്ഷേ ഈ അസംബന്ധമാണ് എന്ന് പറഞ്ഞുറപ്പിക്കുന്ന അതിശക്തമായൊരു പൊതുബോധം ഇനിയും കേരളത്തിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു ചർച്ചയ്ക്ക് വലിയ തോതിൽ വഴി തുറന്നു എന്നത് തന്നെയാണ് നിശ്ചയമായും ചുംബന സമരത്തിൻ്റെ ചരിത്രപരമായൊരു പ്രാധാന്യം. ചുംബന സമരത്തിൽ അവസാനിക്കാതിരിക്കാനുള്ള ഒരു കരുതൽ വാസ്തവത്തിൽ നമ്മളൊക്കെ എടുക്കേണ്ടതാണ്. കാരണം ചുംബന സമരം ഒരു ചുംബനമല്ല, അതൊരു പ്രതീകമാണ്, അതൊരു പ്രതിഷേധത്തിൻ്റെ ആവിഷ്കാരമാണ്. ആ പ്രതിഷേധത്തിൻ്റെ വേരെന്താണ്? പലപ്പോഴും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ തോന്നിയത്, ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് എത്രയോ പുരുഷന്മാരെന്നും കാണുന്നുണ്ട്. ബസ്സിൽ വെച്ച് കയ്യേറ്റങ്ങൾ, നാട്ടിലെമ്പാടുമുള്ള സ്ത്രീകൾക്കെതിരായ കയ്യേറ്റങ്ങൾ, എവിടെ ആൾക്കൂട്ടമൊന്നുമില്ല. കൊച്ചിയിൽ കാണാൻ വന്നവർ 10-15,000 പേരുണ്ട്, ചുംബിക്കാൻ വന്നവർ 50 പേരേ ഉള്ളൂ. ഈ കാണാൻ വന്നതിൻ്റെ പുറകിലുള്ള പ്രേരണ പ്രകടമായ അക്രമോത്സുകം അല്ലെങ്കിലും ഹിംസാത്മകം അല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഒരു അംശം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ വോയറിസ്റ്റിക്കായ ഒളിഞ്ഞുനോട്ടത്തിൻ്റെതായ അത് ഞാനൊരു കുറ്റമായിട്ട് പറയല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ആധുനികീകരണത്തിലെ ഒരു പരിമിതിയായിട്ട് നമ്മൾ കാണണം. അത് ഞാനിങ്ങനെ പറയുമ്പോൾ ഞാനല്ല, നമ്മളെല്ലാവരും ഇന്ന് പുറത്തും ലോകം ആകെ തെറ്റും നമ്മൾ ശരിയുടെ കുറേ ആളുകളെന്നല്ല, നമ്മളടക്കം വിമർശനാത്മകമായിട്ട് നോക്കണം. ഞാനിങ്ങനെയാണോ? അങ്ങനെ നോക്കാൻ ഒരു സമൂഹത്തെ ആകെ പ്രേരിപ്പിക്കുന്നിടത്തേക്ക് വഴിതിരിയുന്നിടത്താണ് വാസ്തവത്തിൽ ചുംബന സമരം വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒന്നായി തീരുന്നത്. നിശ്ചയമായും അങ്ങനെ ഒരു ആലോചനയ്ക്ക് ഇത് വഴി തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഫാഷിസ്റ്റ് മുഷ്കിനെതിരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന മട്ടിലുള്ള സർവാധികാരപരമായൊരു മുഷ്കിനെതിരെ
മനുഷ്യർ വലിയ തോതിൽ തങ്ങളാൽ ആവും വിധം എഴുന്നേറ്റ് നിന്ന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ വലിയൊരു സന്ദർഭവുമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതീകാത്മകമായ തലത്തിലും ആ പ്രതീകാത്മക ആവിഷ്കാരത്തിൻ്റെ പിന്നാമ്പുറത്തെ ചരിത്രപരവും സാമൂഹ്യവുമായ വേരുകളെ തേടിക്കൊണ്ടായാലും നമുക്ക് ഈ സമരരൂപത്തോട് ഐക്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഐക്യപ്പെട്ടുകൊണ്ട് വലിയ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു ആലോചനയുടെ ഒരു സ്ഥാനം, സന്ദർഭം എന്ന നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. നിശ്ചയമായും ഈ സംവാദം അടക്കം അത്തരത്തിലൊരു സാധ്യതയെ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് വികസിപ്പിക്കാൻ നമ്മളൊക്കെ സ്വയം വിമർശനാത്മകമായിട്ടും ലോകത്തോടുള്ള വിമർശനാത്മക നിലപാട് കൈക്കൊണ്ടുകൊണ്ടും ഈ ആലോചനയെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനേ ഞാൻ മുതിരുന്നുള്ളൂ. നമസ്കാരം. സംസാരിക്കുന്ന സഖാക്കൾ ഒരു കൺട്രോളൊന്നുമല്ല, പക്ഷെങ്കിലും സമയത്തിൻ്റെ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് സംസാരിക്കണം. സഖാവ് അരുണിനെ ക്ഷണിക്കുന്നു. മിനി ചേച്ചി തന്നതൊരു മുന്നറിയിപ്പാണ്. ആ ബോധ്യത്തോടുകൂടി തന്നെ സംസാരിക്കുന്നു. ഈ സദാചാര പോലീസ് എന്നതിനേക്കാൾ കൂടുതൽ സദാചാര ഗുണ്ടായിസം എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ആ സദാചാര ഗുണ്ടായിസത്തിനെതിരായ ഒരു പുതിയ പോരാട്ടത്തിൻ്റെ തുടക്കമായി ഈ യോഗം മാറട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കാനുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ചർച്ച നമ്മളിവിടെ നടത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കൊച്ചിയിൽ നടന്ന യുവതയുടെ ഒരു വലിയ പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തെ ആ അർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരോട് ഐക്യപ്പെടുവാൻ ആ സമയത്ത് സാധിച്ചില്ല എന്ന ഖേദത്തോടു കൂടി തന്നെയാണ് ഞാനും എൻ്റെ പ്രസ്ഥാനവും ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ നാടിനെ സാംസ്കാരിക കേരളം എന്ന് എന്നും ആവേശത്തോടെ പറഞ്ഞ ആളുകളാണ് നമ്മൾ. വളരെ ചെറിയ പ്രായം മുതൽക്കേ തന്നെ സംസ്കാരം എന്നത് നേരെ ചൊവ്വേ പറയാൻ പഠിക്കുന്ന കാലം മുമ്പേ സാംസ്കാരിക കേരളം എന്ന് പറഞ്ഞ് പഠിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് നമ്മുടെ സംസ്കാരം എവിടെ പോയി നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കൊച്ചിയിലെ ചുംബന സമരത്തിനെതിരെ സദാചാര ഗുണ്ടകൾ നടത്തിയ ആ കശാപ്പിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചത്. ആയുധം ഉപയോഗിച്ചുകൊണ്ട് സദാചാര വക്താക്കൾ, വർഗീയ ശക്തികൾ നടത്തിയ ആ വലിയ കടന്നുകയറ്റം, അതിനെതിരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട പ്രതിഷേധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു കാലത്തിലൂടെ കടന്നു പോവുകയാണ്. വർഗീയ ശക്തികൾ മുടിയടിച്ച് ഇട്ട് ആടുന്നു. വർഗീയ കോമരങ്ങൾ നമ്മുടെ നാടിനെ മുഴുവൻ തകർക്കാൻ വെമ്പൽ കൊള്ളുന്നു എന്നുള്ള ദുരന്തപൂർണമായ ഒരു ചിത്രം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ചെപ്പടി വിദ്യയ്ക്ക് മുന്നിൽ അതിൽ മയങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. മുൻപൊരിക്കലും കേരളത്തിലൊന്നും കാണാത്ത രീതിയിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള വലിയ തേർവാഴ്ച ഈ സംസ്ഥാനത്തേക്ക്, നമ്മുടെ നാട്ടിലേക്ക് കൂടി വരുമ്പോൾ ആശങ്കയോടുകൂടി നോക്കി നിൽക്കുകയാണ് നാം ഓരോരുത്തരും. നമ്മുടെ കൊച്ചിയിൽ ഒരു പറ്റം യുവാക്കൾ ചുംബന സമരം നടത്തുമ്പോൾ അതിനെ നേരിടുവാൻ നമ്മുടെ നാട്ടിലെ മനുസ്മൃതിയെ താലോലിക്കുന്നവരും താലിബാനിസത്തെ താലോലിക്കുന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്ന് ആ സമരത്തെ ആയുധം ഉപയോഗിച്ച്, കുറുവടി ഉപയോഗിച്ച് നേരിട്ടപ്പോൾ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച പോലീസ് അധികാരികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ പോലീസ്, സിറ്റി പോലീസ് DCP ആയിട്ടുള്ള നിശാന്തിനിയാണ് ഏറ്റവും മോശമായി ആ പെൺകുട്ടികളോട് പരാമർശങ്ങൾ നടത്തിയത്, അവരോട് പെരുമാറിയത്. എൻ്റെ ഒരു പത്രസുഹൃത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ദിവസം തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടികളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, സ്ത്രീത്വം എന്നൊക്കെ നമ്മൾ ആവേശത്തോടുകൂടി പറയാറുണ്ട്, ഇവരൊക്കെ സ്ത്രീയാണോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില പരാമർശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ഇപ്പോൾ പറയുകയാണ്, നിശാന്തിനി അടക്കമുള്ള നമ്മുടെ എറണാകുളത്തെ പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ വിദ്യാർത്ഥികളെ, ആ ചെറുപ്പക്കാരെ കുറുവടി ഉപയോഗിച്ച് നേരിട്ട, അവരെ ആക്രമിച്ച ആ സദാചാര ഗുണ്ടകൾക്കെതിരെ കേസെടുക്കുവാൻ പോലും നമ്മുടെ പോലീസ് തയ്യാറായിട്ടില്ല. കോടതിയിലും
അതല്ലാതെ ജനകീയ പോരാട്ടങ്ങളിലൂടെയും ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ ഒരു പുത്തൻ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ യുവതയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത്തരത്തിലുള്ള ശക്തമായ ഒരു ഇടപെടൽ നടത്തുവാൻ ഞാനും എൻ്റെ പ്രസ്ഥാനവും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കൂടി പോവുകയാണ്. നമ്മുടെ നാടിനെ ഗ്രസിച്ചിട്ടുള്ള മഹാർബുദമാണ് ഈ പറയുന്ന ഇവിടെ വളരെ സവിസ്തരം സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ആത്മീയവാദവും അതിന് അനുസൃതമായി അതിൻ്റെ ഒപ്പം തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സദാചാര ചിന്താഗതികളുമെല്ലാം. മാതാമൃതാനന്ദമയിക്ക് ചുംബിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് എന്തുകൊണ്ട് ചുംബിച്ചുകൂടാ? ചുംബനമെല്ലാം സെക്സിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നമ്മുടെ നാട്ടിനെ പരിപൂർണമായും വർഗീയ അജണ്ടയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിൽ മുസ്ലിം വർഗീയതയും ഇസ്ലാം വർഗീയതയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ പുരോഗമന ശക്തികളെ, പുരോഗമന പ്രസ്ഥാനങ്ങളെ എല്ലാം തകർക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സങ്കുചിതമായ രാഷ്ട്രീയ ചിന്താഗതികൾ, കക്ഷി രാഷ്ട്രീയ ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് എതിർത്താൽ മാത്രമേ ഇവരെ തകർക്കുവാൻ സാധ്യതയുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം മുൻകാലങ്ങളിലെ നിന്നും വ്യത്യസ്തമായ ഇവിടെ ശ്രീ സഖാവ് അജിത സൂചിപ്പിച്ച പോലെ പണ്ട് വർഗീയ സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന് പറയാൻ അല്പം പ്രയാസത്തോടു കൂടി പറഞ്ഞിരുന്ന, അതല്ലെങ്കിൽ ഒളിച്ചു വെച്ച് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ആവേശത്തോടു കൂടി പറയുന്നു ഞാൻ NDF ആണ്, ഞാൻ RSS ആണ് എന്ന ആവേശത്തോടു കൂടി പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് വന്നു ചേർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിശക്തമായി ഇക്കൂട്ടരെ എതിർക്കുവാനും നമ്മുടെ നാടിൻ്റെ മാനം സംരക്ഷിക്കുവാനും നമ്മൾ തയ്യാറാകണം. സദാചാര വക്താക്കൾ പറയുന്ന ഈ സദാചാരം എന്തെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം എന്തെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സുനിൽ സാറ് സവിസ്തരം അതിനെക്കുറിച്ചെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന കാലത്ത് മാറുമറയ്ക്കുവാൻ ഒരു കീഴാള പെൺകുടി തയ്യാറായാൽ അത് സദാചാര വിരുദ്ധമായ ഒരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. മീശ വയ്ക്കുവാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. താനും സമുദായത്തിൽപ്പെട്ട ഒരാളടക്കം മീശ വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സദാചാര വിരുദ്ധമായി കണ്ടിരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ സംസ്കാരത്തിന് വരിക തന്നെ ചെയ്യണം. അതാണ് പുരോഗമനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മനുസ്മൃതിയെ താലോലിക്കുന്നതും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ താലിബാനിസ്റ്റ് താലോലിക്കുന്നവരുടെ എല്ലാ ലക്ഷ്യം. പെൺകുട്ടികളുടെ വസ്ത്രധാരണമാണ് ഏറ്റവും മോശപ്പെട്ടതെന്ന് നമ്മളൊക്കെ വലിയ വിഗ്രഹതുല്യമായി നമ്മൾ ആരാധിച്ചിരുന്ന ആളുകളടക്കം പറയുമ്പോൾ അവരെ അടക്കം തിരുത്തുവാൻ പുരോഗമന ശക്തികൾക്ക് സാധിക്കേണ്ടതുണ്ട്. പെൺകുട്ടികൾക്കെതിരെ പീഡനങ്ങളുണ്ടാകുമ്പോൾ, അതിക്രമങ്ങളുണ്ടാകുമ്പോൾ അവരുടെ വസ്ത്രത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നവർ ഒന്ന് ചിന്തിക്കുക, സ്ത്രീകൾക്കും ഇതേ രീതിയിലുള്ള ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാവുകയില്ലേ? സ്ത്രീകൾക്കും ഇതേ രീതിയിലുള്ള ലൈംഗിക തൃഷ്ണകൾ ഉണ്ടാവുകയില്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം അവർ ഇടപെടേണ്ടത് ക്ഷേത്രങ്ങളിലാണ്. ഏറ്റവും അല്പവസ്ത്രധാരികളായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്ന വിഭാഗം ക്ഷേത്രത്തിലെ പൂജാരിമാരാണ്. ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരെ കാണുമ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് അവരെ ഒന്ന് പീഡിപ്പിക്കാൻ തോന്നുന്നില്ല? ഇത്തരത്തിലുള്ള ചിന്തകൾ ഉയർന്നു വരേണ്ടത് അനിവാര്യമല്ലേ? വെറുതെ ഉപരിപ്ലവമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീയെ എതിർക്കുക, അതിലൂടെ പുരോഗമന ചിന്താഗതികളെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും താല്പര്യം. ഈ താല്പര്യം നമ്മുടെ നാടിനെ ഏറെ പിന്നോട്ടടിപ്പിക്കും, പതിറ്റാണ്ടുകൾ പിന്നോട്ടടിപ്പിക്കും. നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടിയായി ഈ സദാചാര ഗുണ്ടകൾക്ക് കൂട്ടുനിന്ന എറണാകുളം സിറ്റിയിലെ പോലീസിനെതിരെ പടപൊരുതാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സുമനസ്സുകൾക്കും, എല്ലാ നല്ലവരായ പുരോഗമന ചിന്താഗതി മനസ്സിൽ കൊണ്ടു കിടക്കുന്നവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. TV അനിത. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ സംവാദം ഒരുപക്ഷെ എനിക്ക് മുൻപേ സംസാരിച്ചു പോയ എല്ലാവരും സംസാരിച്ചതുപോലെ അതിൻ്റെ ഉള്ളടക്കം ഏകദേശം ഞാനും സംസാരിക്കുമ്പോൾ അതിന് സമാനമായി വരാനിടയുണ്ട്. അവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരഭിപ്രായവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല. കുറേ നാളുകളായി നമ്മുടെ കേരളീയ സമൂഹത്തിനകത്തേക്ക് ഒരു കാലത്ത് ഇല്ലാതിരുന്ന, എന്നാൽ ഇപ്പോൾ വലിയ രൂപത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീർണിക്കപ്പെട്ട വിഷയം, അതാണ് ഈ പറയുന്ന സദാചാര പോലീസിംഗ്. സമൂഹത്തിൽ ഒരു വലിയ ജീർണത സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീർണമായ ഒരനുഭവം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ വിഷയം
സദാചാര പോലീസിങ്ങും ഫാസിസവും എന്നുള്ളതാണ്. ഇങ്ങനൊരു തലക്കെട്ട് വെച്ചുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്ക് ഇടയാക്കിയ സംഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. എറണാകുളത്ത് നടന്ന ചുംബന സമരമാണ്. ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ആണും പെണ്ണും പൊതു ഇടങ്ങളിൽ ചുംബിക്കുന്നത് തെറ്റാണോ എന്നത് മാത്രമല്ല ഇത് ഉയർത്തുന്ന വിഷയം. ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചുംബന സമരം സദാചാര വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച് അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയും അതിൻ്റെ സതുദ്ദേശതയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടിയും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി ചില ആളുകൾ നടത്തുന്ന വാക്സാമർത്ഥ്യം. ഇവിടെ പ്രധാനമായും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ സദാചാരത്തിൻ്റെ അതിർവരമ്പ് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ്. സദാചാരമാണ് വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ എന്താണ് സദാചാരം എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടതാണ്. സദാചാരത്തിൻ്റെ അതിർവരമ്പുകൾ എന്താണ്, അത് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നുള്ള ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം കൂടി ഇതിനകത്ത് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആരാണ് സദാചാരത്തെ നിർണയിക്കുന്നത്? അത് ഏത് അളവ് വരെയാകാം. എൻ്റെ പക്ഷം ഒരാൾക്ക് അശ്ലീലമെന്ന് തോന്നുന്നത്, ഒരാൾക്ക് ആഭാസമെന്ന് തോന്നുന്നത് അതങ്ങനെയാണ് എന്ന് പറയാനും പ്രചരിപ്പിക്കാനും ചിന്തിക്കാനുമുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ ഒരാൾക്ക് ആഭാസമെന്ന് തോന്നുന്നത്, അശ്ലീകരമെന്ന് തോന്നുന്നത് മറ്റൊരു കൂട്ടർ ചെയ്യുമ്പോൾ അത് വലിയ അപരാധമാണെന്നും അവരെ ആക്രമിക്കാനും അവരെ നിയന്ത്രിക്കാനും അവരെ സദാചാരബോധം പഠിപ്പിക്കാനുമുള്ള അധികാരം അവർക്കില്ല. അപ്പം തെറ്റാണെന്ന് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അവരെ ആക്രമിക്കാനുള്ള മനുഷ്യരുടെ ഒരു കൂട്ടം ആളുകളുടെ ആ ഒരു താല്പര്യത്തെ ശക്തമായി നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിനകത്ത്. ഇപ്പോൾ നമുക്കറിയാം, എറണാകുളത്ത് നടന്ന ചുംബന സമരത്തെ സംബന്ധിച്ച് ചുംബനം നടക്കുന്നു, അതിനെ പ്രതികരിച്ചുകൊണ്ടാണ്, അതിനെ എതിരിട്ടുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ വന്നത്. തെറ്റാണോ എന്ന് RSSകാരോ BJPക്കാരോ അതല്ലെങ്കിൽ മറ്റു മുസ്ലിം തീവ്രവാദ സംഘടനകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അച്ഛനമ്മമാർ പറയും, ഒരുപക്ഷെ അവരായിരിക്കും, അവർ ചെയ്തതായിരിക്കും ശരിയെന്ന്. പരസ്യമായി ഒരാണും പെണ്ണും ചുംബിക്കുകയാണല്ലോ. പക്ഷെ കേവലം ചുംബനത്തെ മാത്രമായി നമ്മളിത് കാണരുത്. ഒരു ചുംബനത്തിൽ അത് തെറ്റ്, അത് ശരി എന്നുള്ള വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ സന്ദർഭത്തിൽ അങ്ങനെയുള്ള സമൂഹത്തോടു കൂടി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സാറ അബൂബക്കർ അവരുടെ ഒരു ലേഖനത്തിൽ എഴുതിയ ചില കാര്യങ്ങളാണ്. അതായത് മംഗലാപുരത്തവർ താമസിക്കുന്ന സന്ദർഭത്തിൽ നജ്മ ഭംഗി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി സിനിമ കാണാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ കുറേയേറെ സദാചാരവാദികൾ അവരെ വേട്ടയാടുകയും അവരെക്കെതിരായി ബഹളം വയ്ക്കുകയും തിയേറ്റർ തല്ലി തകർക്കാനുള്ള നിലയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് സദാചാരത്തിൻ്റെ ഒരു അനുഭവമാണ്. എന്നാൽ സാറ അബൂബക്കർ പറഞ്ഞ മറ്റൊരു സംഭവം, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ അവരുമായി സംവദിക്കുന്നതിന് വേണ്ടി പുത്തൂർ കടപ്പുറത്ത് ചെന്നപ്പോൾ, നീ ഒരു മുസ്ലിം അല്ല, അതുകൊണ്ട് നിനക്ക് ഇവരോട് സംസാരിക്കാനും അധികാരമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ സദാചാര വീക്ഷണം, സദാചാരത്തെ സംബന്ധിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ഒരാണും പെണ്ണും ചുംബിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പല പല ഇടങ്ങളിലേക്കും വളരെ തന്ത്രപരമായി കടന്നു ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അനുഭവമാണ് മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീകളോട് സംസാരിക്കുന്നത് തെറ്റാണ് എന്ന് ഇത്തരത്തിലുള്ള മതമൗലികവാദികൾ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെയാണ് പല ഇടങ്ങളിലും പല അനുഭവങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ താൻ പറയുന്നത് മാത്രം ശരിയെന്നും താൻ പറയുന്നത് മാത്രം ചെയ്യാവൂ എന്നും
ഒരു സംഘടനയോ വ്യക്തികളോ തീരുമാനിച്ചാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് സ്വതന്ത്രമായിട്ടുള്ള ആശയവിനിമയം നടത്താൻ, സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ, തങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ സമരങ്ങൾ നടത്താൻ, സമരങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്, അധികാരമുണ്ടെന്നിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അവകാശത്തെയെല്ലാം ഒരു കൂട്ടം തെമ്മാടി കൂട്ടങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ആക്രമിക്കുക, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, കൂട്ടമായി അവർ ഉപദ്രവിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഇന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാപ്പ് പഞ്ചായത്തുകളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു, തികച്ചും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളാണ് ഇവരെല്ലാം സ്വീകരിക്കുന്നത്. ആരാണ് ഇവർക്ക് ഈ അധികാരം കൈകാര്യം ചെയ്യാൻ അവസരം കൊടുക്കുന്നത്? പോലീസ് ചെയ്യേണ്ടുന്നത് അവർക്ക് ചെയ്യാനുള്ള നിയമവാഴ്ച, ക്രമസമാധാന പരിപാലനം എന്ന് പറയുന്നത് നിയമപരമായി നടന്നു പോകേണ്ട ഒരു സമൂഹത്തിനകത്ത് അത്തരം ഇടപെടലുകൾ നടത്താതെ ഞങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ നിങ്ങൾ നടപ്പിലാക്കണമെന്ന് ശഠിക്കുന്ന വർഗീയ ശക്തികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വസ്തുത കൂടിയാണ് ഗുജറാത്തിൽ വോട്ടവകാശം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നിർബന്ധമാക്കിക്കൊണ്ട് നിയമം വരികയാണ്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരു ജനാധിപത്യ സംസ്ഥാനത്തിനകത്ത്, സമൂഹത്തിനകത്ത് വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുമുണ്ട്. വോട്ട് ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്തേ മതിയാകൂ എന്നൊരു വ്യക്തിയെ ദാഷ്ട്യത്തോടെ പറയുകയും അതനുസരിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് തികച്ചും ഫാസിസമാണ്. ഇതെല്ലാം വർഗീയവാദികളുടെ, അതല്ലെങ്കിൽ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവരുടെ, പുരോഗമന ആശയങ്ങളെ അംഗീകരിക്കാത്തവരുടെ ഇടപെടലുകളാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് അതിനുള്ളൊരു ദേശീയ പശ്ചാത്തലം കൂടി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായി നമ്മൾ കാണണം. ഈ തരത്തിലുള്ള ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ പൊതുധാരയെ ബാധിക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീകളെ വളരെ കൂടുതലായി ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയായി കഴിഞ്ഞാൽ, താഴ്ന്ന ജാതിയിൽപ്പെട്ടാൽ അവരോടൊപ്പം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ജീപ്പിൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സംസ്കാരമാണ് ഈ പറയുന്ന വർഗീയവാദികൾക്കുള്ളത്. BJPയെ പോലെയുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ ഭരിക്കുന്ന പല പഞ്ചായത്തുകളും നടന്നുകൊണ്ടിരിക്കുന്നത് അനുഭവങ്ങൾ ഇങ്ങനെയാണ്. അതുപോലെ പരസ്യമായി തന്നെ ഒരു സ്ത്രീ കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ പറയുന്ന ആളുകൾക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ബലാത്സംഗം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ചിന്താഗതിയാണ് ഇത്തരത്തിലുള്ള സദാചാരവാദികളുടേത്. അങ്ങനെ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സദാചാരത്തിൻ്റെ പേര് പറഞ്ഞ് എന്താണ് സദാചാരമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താതെ തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിനും തങ്ങളുടെ രാഷ്ട്രീയത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും വിരുദ്ധമായി നിൽക്കുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഏതൊരനുഭവത്തെയും സംഭവങ്ങളെയും എല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെ ശക്തമായിട്ട് നാം എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതിനെ എതിർക്കാൻ വേണ്ടി കഴിയുക? ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഇടപെടലുകളെ, അവരുടെ ആ സംസ്കാരത്തെ, അതിനെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുന്നു എന്നുള്ള പരിശോധന നാം നടത്തുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിൽ ഈ മാറിയ ചുറ്റുപാടിൽ നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീയും പുരുഷനും മുഖ്യധാരയിലേക്ക് വന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി പോകുന്ന ഈ സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള ബന്ധത്തെ പോലും വിശകലനം ചെയ്ത് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തെ വളരെ ആരോഗ്യകരമായി, സൗഹാർദ്ദപരമായി വളർത്തിയെടുക്കുന്നതിന് പുരോഗമന പ്രസ്ഥാനങ്ങൾ വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിപ്പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ തരത്തിൽ സമൂഹത്തെ കപട സദാചാരത്തിൻ്റെ വിഷവിത്തുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തെയും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെയും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധ നിലവാരം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആരോഗ്യപരമായിട്ടുള്ള ഇത്തരം നല്ല ആശയങ്ങൾ പഠനകാലത്ത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം, ഇടതുപക്ഷ സഹയാത്രികർ ഒന്നടങ്കം
ശക്തമായിട്ട് മുന്നിട്ടിറങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഈ ഒരു വിഷയത്തെ ഞങ്ങൾ കാണുന്നത് കേവലം ഒരു സ്ത്രീയും പുരുഷനും പൊതു ഇടങ്ങളിൽ ചുംബിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നത് മാത്രമല്ല, ചുംബിച്ചുകൊണ്ടെന്താ ഇപ്പോൾ പറ്റാൻ പോകുന്നത്? ഇവിടെ സൂചിപ്പിച്ചല്ലോ, പൊതു ഇടങ്ങളിൽ പരസ്യമായി ചുംബിക്കുന്നത് തെറ്റാണ് എങ്കിൽ ഏറ്റവും പ്രധാനമായും ആദ്യമായി നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് അമൃതാനന്ദമയ്യെ പോലെയുള്ള ആളുകളാണ്. രണ്ട് ആളുകൾ തമ്മിൽ ചുംബിക്കുമ്പോൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ചുംബിക്കുമ്പോൾ ആരുടെയെങ്കിലും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട് എങ്കിൽ അവർക്കെന്തോ രോഗമുണ്ട് എന്നാണ് അർത്ഥം. ഇങ്ങനെ സദാചാരത്തിൻ്റെയും സംസ്കാര പാരമ്പര്യത്തെ സംബന്ധിച്ചുമെല്ലാം പറയുന്ന ആളുകൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങളുടെ ചിത്രങ്ങളെ സംബന്ധിച്ച് എന്താണ് അവരുടെ അഭിപ്രായം? അത് സൂചിപ്പിക്കണ്ടേ? അത് തെറ്റാണെന്നൊന്നും പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കപട സദാചാരം പുലമ്പിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പേരിൽ അമ്മയായാലും മകനായാലും നടന്നു പോകുമ്പോൾ, ഭാര്യയായാലും ഭർത്താവായാലും സഹോദരനായാലും സഹോദരിയായാലും നടന്നു പോകുമ്പോൾ, രാത്രിയിൽ എവിടെയെങ്കിലും നിന്നുപോയാൽ, പൊതുവഴിയിൽ സംസാരിച്ചു പോയാൽ അവരെ ആക്രമിക്കാൻ വേണ്ടി തുനിയുന്ന ഇവരുടെ സദാചാര ബോധം ഇത്തരം കാര്യങ്ങളിൽ എന്തേ ഉണർന്ന് പ്രവർത്തിക്കാത്തത് എന്നുള്ള പ്രസക്തമായൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ട് വരുന്ന ആളുകൾക്കൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് സമൂഹത്തിനകത്ത് സ്ത്രീകളെ എങ്ങനെ ചെങ്ങലക്കെട്ടിലിടാം, ഏറ്റവും സമൂഹത്തിൻ്റെ താഴെ തലത്തിലുള്ള ആളുകൾ, സാമൂഹ്യമായി മാത്രമല്ല സാമുദായികമായി താഴെത്തട്ടിലുള്ള ആളുകളെ എങ്ങനെ ഏറ്റവും താഴെ തന്നെ അവരെ ഉയർത്താതെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ വച്ചു പുലർത്താൻ നമുക്ക് കഴിയേണ്ടതില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടും പോരാട്ടവും തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ DYFI കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വളരെ മാതൃകാപരമായി ഇടപെട്ട് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇടപെടുന്നു എന്നുള്ളതൊരു വാസ്തവമാണെങ്കിൽ കൂടിയും ഒരു ചുംബന സമരത്തിന് മാധ്യമങ്ങൾ കൊടുത്തതുപോലെ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാം കൊടുത്തതുപോലെ, അല്ലെങ്കിൽ ആ ചുംബന സമരത്തെ എതിർക്കാൻ വരുന്ന ആളുകളുടെ എതിർത്തതുപോലെ, അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തുമ്പോൾ കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ മാധ്യമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം എക്കാലത്തും സംഘടിപ്പിച്ചുകൊണ്ട് കപട സദാചാരത്തെ തുറന്നു കാണിക്കാനും വർഗീയവാദികളെയും മതതീവ്രവാദികളെയും അവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ നടക്കുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ തുറന്നു കാണിക്കാനും പ്രതിജ്ഞാബദ്ധമായി ഞങ്ങൾ എക്കാലവും മുന്നേറിയിട്ടുണ്ട്. അത്തരത്തിൽ മുന്നേറുന്ന, ഇടപെടുന്ന ജനാധിപത്യ സംസ്കാരത്തെ വളർത്താൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, പുരോഗമന ആശയങ്ങളെ സംരക്ഷിക്കാൻ, പുലർത്താൻ വേണ്ടി പോരാടുന്ന എല്ലാ സംഘടനകളുമായിട്ടും ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ സംവാദങ്ങളും ക്യാമ്പയിനുകളും ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഇപ്പോൾ സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിലുള്ള കപട സദാചാരങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. സമൂഹത്തിലെ ഓരോ മനുഷ്യൻ്റെയും ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നീ ആർക്കോട്ട് ചെയ്യണമെന്ന് കൃത്യമായി നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ വരുന്നു. സദാചാരവാദികൾ വരികയാണ്, കപട സദാചാരവാദികൾ വരികയാണ്. നീ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ കപട സദാചാരവാദികൾ വരികയാണ്. നീ ആരോട് സംസാരിക്കണം, നീ എന്ത് സംസാരിക്കണം, ഇനി നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ അവർ മടിക്കില്ല. ഇനി നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ എത്തരത്തിലുള്ള സിനിമ കാണണം, ഇനി നിങ്ങൾ സിനിമ കാണാൻ പോകാമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇടപെടാൻ വേണ്ടി ഉള്ള ഇടപെടലുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഒരു പഞ്ചായത്ത് 50 പഞ്ചായത്തുകൾ, ഒരു സംസ്ഥാനത്തിലെ 50 പഞ്ചായത്തുകൾ ഒരു പ്രമേയം പാസാക്കി. ഹരിയാനയിൽ എന്തായിരുന്നു പ്രമേയം? ആ പ്രമേയം എന്ന് പറയുന്നത് ഹിന്ദുക്കളല്ലാത്ത ഒരാളുകളും ഈ പ്രദേശത്തേക്ക് കടക്കരുത്, ആരാധന നടത്തരുത്, അവരുടെ ആശയം പ്രചരിപ്പിക്കരുത്, ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം പാസ്സാക്കാൻ പോലും ഇന്ന് നമ്മുടെ രാജ്യത്ത് ചില പഞ്ചായത്തുകൾ തയ്യാറായിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള കപട സദാചാരവാദികൾ
വളരെ തന്ത്രപരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു ദേശീയ പശ്ചാത്തലം ഇന്ത്യക്കകത്ത് നിലവിൽ ഒരുങ്ങിയിരിക്കുന്നു. ഇതിനെ വളരെ ജാഗ്രതയോടെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ, ജാഗ്രതയോടെ കാണാൻ നമ്മളെല്ലാം ഉണർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഒരു സന്ദർഭമായിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ തലക്കെട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സമകാലിക പ്രസക്തിയുള്ളതാണ്. വരും കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സെമിനാറുകൾ, സംവാദങ്ങൾ മാത്രമല്ല, ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം. അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് എന്നും DYFI മുന്നിൽ തന്നെ ഉണ്ടാകും. ഈ പരിപാടി സംഘടിപ്പിച്ചവർക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചുരുക്കം വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അടുത്തത് സംസാരിക്കുന്ന സഖാവ് PK വേണുഗോപാലകൃഷ്ണൻ. സഖാക്കളെ, സുഹൃത്തുക്കളെ, സദാചാര പോലീസും ഫാസിസവും, വാസ്തവത്തിൽ സദാചാര പോലീസ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ ഒരു അധികാരവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് ബോധിക്കുന്നത്. സദാചാരം സദ്വൃത്തരുടെ ആചാരങ്ങളായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സദ് എന്നാൽ നന്മയുള്ളത്, ശരിയായത് എന്നൊക്കെ നമ്മുടെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സദ് ആചാരങ്ങൾ, നന്മ നിറഞ്ഞ ശരിയായ ആചാരങ്ങളെയാണ്, സദ്വൃത്തരുടെ ആചാരങ്ങളെയാണ് സദാചാരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സദ്വൃത്തർ ആരാണ്? ഏത് സദ്വൃത്തരാണ്? അവർ പിന്തുടർന്നു പോരുന്ന, അവരനുശീലിക്കുന്ന ഏത് ആചാരമാണ് സദാചാരം? എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ ആർക്കാണ് ആചാരങ്ങളുടെ ശരിതെറ്റുകൾ നിശ്ചയിക്കാനുള്ള അധികാരം ആരിലാണ് എന്നൊരു ചോദ്യം എനിക്ക് മുൻപ് സംസാരിച്ച പ്രസംഗക ഉയർത്തേണ്ടതായി നിങ്ങൾ കേട്ടിരുന്നു. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സദാചാരം മുൻപ് സംസാരിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന്, പരിണാമത്തിനനുസരിച്ച് സദാചാരവും മൂല്യസങ്കല്പവും ശരിതെറ്റുകളും നന്മതിന്മകളെ സംബന്ധിച്ച സങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു എന്ന് നമുക്കറിയാം. സദാചാരത്തെ സംബന്ധിച്ച നമ്മുടെ സങ്കല്പങ്ങളും ഒരു കാലങ്ങളിലൂടെ പരിണമിച്ചുണ്ടായിട്ടുള്ള സദാചാര സങ്കല്പങ്ങളാണ് നമുക്കെപ്പോഴും ഉള്ളത്. ഓരോ സമൂഹത്തിനും ആ സമൂഹത്തിൻ്റെ ഉൽപ്പാദന വ്യവസ്ഥയ്ക്കനുസരിച്ച്, ആ സമൂഹത്തിൻ്റെ സമ്പദ്ക്രമത്തിനനുസരിച്ച്, ആ സമൂഹത്തിൻ്റെ നീതിബോധത്തിനനുസരിച്ച് സവിശേഷമായ സദാചാര സങ്കല്പങ്ങളുണ്ടാകും. മുൻപ് ഇവിടെ നിലനിന്നിരുന്ന ഒരു സദാചാര സങ്കല്പം അനുസരിച്ചിട്ട് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്, ഇപ്പോൾ ജാതിപരമായ വിഭിന്നതകളനുസരിച്ച് ജാതീയമായ ഒരു സദാചാര സങ്കല്പം ഉണ്ടായിരുന്നു. ഇന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഇന്ന ജാതികളിൽപ്പെട്ടവരോട് സംസാരിക്കാവൂ, ഇന്ന ഭാഷയെ ഉപയോഗിക്കാവൂ, ഇന്ന തരത്തിലുള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ, ഇത്രത്തോളം വിദ്യാഭ്യാസമേ ആകാവൂ, ഇങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഈ ആചാരങ്ങളെയും അന്ന് സദാചാരം എന്ന് തന്നെയാണ് വിവക്ഷിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ആ സദാചാരങ്ങൾ മാറി ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സദാചാരമാണ് നിലനിൽക്കുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ഈ സദാചാരവും അനിവാര്യമായും ഇന്ന് നിലവിലുള്ള സമൂഹത്തിൻ്റെ പരിവർത്തനത്തോടൊപ്പം പരിവർത്തിതമാവാൻ ബാധ്യസ്ഥമാണ്. അതങ്ങനെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അത് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം, ഒരു കാലഘട്ടത്തിലെ സദാചാരം എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് അടിസ്ഥാനപരമായി ആ സമൂഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ അധികാര ഘടന തന്നെയാണ്. അപ്പോൾ ഒരു അധികാര ഘടനയുമായി ബന്ധപ്പെട്ട ഒരു സദാചാര സംവിധാനമാണ് ഒരു സമൂഹത്തിൽ ഒരു സന്ദർഭത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറയാം. ഈ അധികാര ഘടന ആരാണ് ഈ അധികാരത്തിന് നിയന്ത്രിക്കുന്നത്? അധികാരത്തിന് നിയന്ത്രിക്കുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ അധികാരമാവാം, സർക്കാരോ പാർലമെൻറ്റോ അതല്ലെങ്കിൽ പോലീസോ കോടതിയോ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭരണകൂട അധികാര സംവിധാനത്തിന് അതിൻ്റെ സദാചാരത്തെ നിർവചിക്കാനും അതിൻ്റെ ഉപാധികൾ ഉപയോഗിച്ച് നടപ്പാക്കാനുമുള്ള സംവിധാനം ഉണ്ടാകും. ഇതുമായി ഏറ്റക്കുറച്ചിലോടുകൂടി ഈഷൽ ഭേദങ്ങളോടുകൂടി നിലനിൽക്കുന്ന വിവിധ തരം ബന്ധങ്ങൾ പുലർത്തുന്ന ഇപ്പം മതങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ മതത്തിന് സമാനമായ തരത്തിലുള്ള സാമൂഹിക അധികാര സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങളും അതാതിൻ്റേതായ സദാചാര മൂല്യങ്ങൾ സൃഷ്ടിക്കുകയും അത് നടപ്പാക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബലപ്രയോഗത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ ഒക്കെ തന്നെ രീതികൾ ഉപയോഗിക്കുകയും ചെയ്യും.
നമ്മളിവിടെ സംസാരിക്കുന്നതും ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ സുഗമമായ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ അധികാര സംവിധാനത്തെ ചിരന്തനമായി തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി നിലനിർത്തിയിട്ടുള്ള ഒരു സദാചാരത്തിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. എറണാകുളത്ത് നടന്ന ചുംബന സമരം അത് ഒരു സദാചാരത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നിലനിൽക്കുന്ന സദാചാരത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആ സദാചാരം വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സദാചാരം. വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സദാചാരത്തെ ചോദ്യം ചെയ്യുന്ന എന്തും ഈ വ്യവസ്ഥയ്ക്ക് എതിരായി നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ എതിരായി രൂപപ്പെട്ടു വളർന്നു വരുന്ന സാമൂഹിക സംവിധാനങ്ങളുടെയോ ഒക്കെ തന്നെ പ്രകാശനമാണ് എന്ന് നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഇവിടെ ചുംബന സമരത്തിലും വാസ്തവത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് അത് തന്നെ. ചുംബനം എന്ന് പറയുന്നത് ഒരു സമരരൂപമാകും എന്ന് സങ്കല്പിച്ചിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കേരളീയർക്കറിയാം ചുംബനത്തിന് ഒരു സമരരൂപമാകാനുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു ശേഷി ചുംബനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ കേരളീയർക്ക് അറിയാം. അപ്പോൾ ചുംബനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല സമരരൂപങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ വിശന്നിരുന്നു കൊണ്ട് പട്ടിണി കിടക്കുന്നത് ഒരു സമരമാകും എന്ന് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ വരെ ലോകത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരിക്കാതിരുന്നതുകൊണ്ട് നമുക്കൊരു സമരം ചെയ്യാനാവും എന്ന്, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് അതിനൊരു സമരരൂപമായി വികസിപ്പിച്ചെടുക്കാനാവുമെന്ന്, ഇതൊന്നും ലോകം അതിനു മുൻപ് ചിന്തിച്ചിരുന്നൊരു കാര്യമല്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ അധികാര സംവിധാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ സമരങ്ങൾ, പുതിയ ചോദ്യം ചെയ്യൽ രീതികൾ, പുതിയ പ്രക്ഷോഭങ്ങൾ, പുതിയ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വരും. ഈ ചുംബന സമരവും അങ്ങനെ ഒരു സമരമായിട്ടാണ് വരുന്നത്. ഈ സമരം ഇന്നിപ്പോൾ വരുന്നത് ഫാസിസത്തിൻ്റെ ഒരു അധികാര രൂപം ഏറെക്കുറെ ഫലപ്രദമായി നിലവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വലതുപക്ഷ ശക്തികൾ അഭിമാനിക്കുന്ന ഒരു കാലത്ത് ആണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ സമീപകാലത്ത് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ചില സംഭവങ്ങളുണ്ടായി. ഭക്ഷണം കഴിക്കുന്നത്, എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഇത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെയോ ഒരു നൈതികതയുടെയോ ഒരു സദാചാരത്തിൻ്റെയോ ഒക്കെ വിഷയമായി സമീപകാലത്ത് ഉയർന്നു വരികയുണ്ടായി. പശുവിൻ്റെ ഇറച്ചി കഴിക്കാമോ, പോത്തിൻ്റെ ഇറച്ചി കഴിക്കാമോ, ഇങ്ങനെ ഇത് കഴിക്കുന്നതിന് അത് സംസ്കാരത്തിന് വിരുദ്ധം. നേരത്തെ പറഞ്ഞ മാതിരി കേരളീയ സംസ്കാരത്തിനെതിരാണ് ചുംബന സമരം എന്ന് പറയുന്നത് പോലെ, ഭാരതീയ സംസ്കാരത്തിനെതിരാണ് ചുംബന സമരം എന്ന് പറയുന്നത് പോലെ, പശുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന് എതിരായതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണം അത് കഴിക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ചില സദാചാരവാദികൾ രംഗത്ത് വന്നപ്പോൾ ഇതിനെതിരായി ഇത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ ഒരു ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സദാചാരവാദികൾക്കെതിരായിട്ട് ഈ പുതിയ മൂല്യബോധവുമായി ഉയർന്നു വന്ന ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയുണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്ത് നടന്ന ചുംബന സമരത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ ആന്ധ്രാപ്രദേശിലുണ്ടായി, ഹൈദരാബാദിൽ, അതല്ലെങ്കിൽ ഡൽഹിയിലുണ്ടായി, കർണാടകത്തിലുണ്ടായി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊച്ചിയിൽ നടന്ന, എറണാകുളത്ത് നടന്ന ചുംബന സമരത്തിനെ മാതൃകയായി കണ്ടുകൊണ്ട് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന കലാപത്തിനൊരു അംശത്തിനെ സ്വാംശീകരിച്ചുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥയെയും അതിൻ്റെ സദാചാര സംവിധാനത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സമരരൂപങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സദാചാരം ഇത് ആർഷ സംസ്കാരത്തിന്, ഭാരതീയ സംസ്കാരത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിടപഴകിയാൽ, സ്ത്രീയും പുരുഷനും അടുത്തിടപഴകിയാൽ, അവരൊരുമിച്ച് സംസാരിച്ചാൽ, ഇതൊക്കെ തന്നെ ഈ സംസ്കാരത്തിൻ്റെ നിലവിലുള്ള സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന ഈ ശക്തികളെ സംബന്ധിച്ച് ഇന്ന് വളരെ വ്യാപകമായ പ്രതിഷേധം പല വിധാനങ്ങളിൽ ഉയർന്നു വരികയുണ്ട്. അടുത്തയിടയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയായി നിയമിക്കപ്പെട്ടിട്ടുള്ള, സത്യപ്രതിജ്ഞ ചെയ്ത ഹർഷവർദ്ധനുമായി നടന്ന ഒരു അഭിമുഖ സംഭാഷണത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുമന്ത ബാനർജി ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഹർഷവർദ്ധനം പറഞ്ഞത്, ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അയാൾ പറഞ്ഞു, ഇങ്ങനെ ഇന്ത്യയിൽ എയ്ഡ്സ് എന്ന് പറയുന്ന HIV പോസിറ്റീവ് എന്ന് പറയുന്ന ഈ രോഗത്തിൻ്റെ ഒരു വിഷയം, ഇത് ഹിന്ദുത്വ സംസ്കാരത്തിന്, ഹൈന്ദവ സംസ്കാരത്തിന്, ഭാരതീയ സംസ്കാരത്തിന് എതിരായ ഒരു രോഗമാണ് എന്ന് ഹർഷവർദ്ധൻ പറയണ്ടായി. അടുത്ത് പറഞ്ഞതെന്താ വെച്ചാൽ, ഇന്ത്യയിൽ, ഭാരതത്തിൽ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ സ്വീകാര്യമല്ല. വിവാഹിതരായ ആളുകൾക്ക് ശേഷവും വിവാഹബാഹ്യമായ എക്സ്ട്രാ മരിറ്റൽ റിലേഷൻസും ഇന്ത്യയിൽ അത് സംസ്കാരം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയും അതിന് കാരണമാകുന്ന HIV പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സംവിധാനവും ഒരു അവസ്ഥയും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക വിരുദ്ധമായ ഒരു കാര്യമാണ് എന്ന് ഹർഷവർദ്ധൻ പറയുണ്ടായി.
അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുമന്ത ബാനർജി എന്ന ബംഗാളി എഴുത്തുകാരൻ, നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാവും സുമന്ത ബാനർജിയെ. ഇത് വളരെ നേരത്തെ 1969 ശേഷം നക്സൽബാരി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറേ കാലം അതിൻ്റെ ആക്ടിവിസ്റ്റായിരിക്കുകയും ഇൻ ദ വെയ്ക്ക് ഓഫ് നക്സൽബാരി എന്ന് പറയുന്ന നക്സലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദിമ ചരിത്രം എഴുതുകയും ചെയ്ത ആളാണ്. ഇന്ത്യ വളരെ ആദരപൂർവ്വം കാണുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ അവർ മഹത്തരമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യയിലെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒന്നും ഈ പറയുന്ന ഹർഷവർദ്ധൻ്റെ ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ പരികൽപ്പനകളെ അംഗീകരിക്കുന്നതേയില്ല എന്നും അതിന് വിപരീതമാണ് എന്നും സുമന്ത ബാനർജി അതിൻ്റെ ലേഖനത്തിൽ പറയണ്ടായി. അദ്ദേഹം ഉദാഹരണത്തിന് മഹാഭാരതത്തിനെ എടുത്തു. ഈ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻസ്, വിവാഹബാഹ്യ ബന്ധങ്ങളെ അനുവദിക്കാത്ത ഒരു സംസ്കാരം, അതല്ലെങ്കിൽ പൂർവ്വ ലൈംഗിക ബന്ധത്തിൽ വിവാഹിതരാകുന്നതിന് മുൻപ് ആൺകുട്ടികളോ പെൺകുട്ടികളോ സ്ത്രീയോ പുരുഷനോ ഒക്കെ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഭാരതീയ സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ BJP നേതാവിൻ്റെ സാംസ്കാരിക ബോധം ഏറ്റവും ചുരുങ്ങിയത് ഇതിഹാസങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ അതിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കെങ്കിലും എതിരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിന് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. യെല്ലപ്രഗാഡ സുദർശന റാവു എന്ന് പറയുന്ന ഒരാളെയാണ് ഈ അടുത്ത ഇടയ്ക്ക് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഈ യെല്ലപ്രഗാഡ സുദർശന റാവു അദ്ദേഹം നടത്തുന്ന പ്രധാനപ്പെട്ട ഗവേഷണം മഹാഭാരതവും രാമായണവുമൊക്കെ ചരിത്ര വസ്തുതകളായിരിക്കുന്നതുകൊണ്ട് ഈ ചരിത്ര വസ്തുതകൾ എന്ന് സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഗവേഷണമാണ് അദ്ദേഹം നടത്തുന്നത്. കുരുക്ഷേത്ര യുദ്ധം ഏത് വർഷത്തിൽ, ഏത് മാസത്തിൽ, ഏത് തീയതിയിലാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്ന ഒരു ചരിത്രകാരനാണ് യെല്ലപ്രഗാഡ സുദർശന റാവു. അപ്പോൾ അത് വെച്ചിട്ട് ആ നിലയ്ക്ക് ചരിത്ര വസ്തുതയാണ് എന്ന് സംഘപരിവാർ സംഘടനകൾ പറയുന്ന ഈ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും എടുത്തുകൊണ്ട് മഹാഭാരതത്തിലെ പാണ്ഡവ കൗരവരുടെയൊക്കെ തന്നെ ആദിപിതാമഹന്മാർ രൂപപ്പെട്ട ഇപ്പോൾ സത്യവതിയും പരാശരനും തമ്മിലുള്ള ബന്ധം, മത്സ്യഗന്ധി എന്നറിയുന്ന ഒരു കടത്തുകാരിയായിട്ടുള്ളൊരു മുക്കുവ കന്യകയും പരാശര മഹർഷിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം, ഇത് പകൽ വെളിച്ചത്തിൽ യമുനാ നദിയിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിഹാസം പറയുന്നത്. അതിന് തുടർന്നുണ്ടാകുന്ന സന്തതികൾ, ഈ സന്തതികൾക്ക് തന്നെ പിൽക്കാലത്ത് വരുന്നപ്പോൾ കൗരവന്മാരും പാണ്ഡവന്മാരുടെയും പിതാക്കന്മാർ ആയിട്ടുള്ള ധൃതരാഷ്ട്രരും പാണ്ഡുവും ഒക്കെ തന്നെ ജനിക്കുന്നത് വിവാഹേതരമായ ഒരു ലൈംഗിക ബന്ധത്തിലൂടെയാണ്. സത്യവതി, അതായത് മത്സ്യഗന്ധി, തൻ്റെ പുത്രനായിട്ടുള്ള വേദവ്യാസനെ വിളിച്ചു വരുത്തിക്കൊണ്ട് വിധവകളായി കഴിഞ്ഞ തൻ്റെ പുത്രവധുക്കൾ ഇവരിൽ സന്തതി ഉൽപാദനം നടത്താൻ തൻ്റെ മകനായിട്ടുള്ള പരാശരനിൽ നിന്ന് തനിക്ക് ജനിച്ച മകനായ വേദവ്യാസനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് വിചിത്രവീരൻ്റെ ഭാര്യമാരായിട്ടുള്ള അംബികയിലും അംബാലികയിലും അദ്ദേഹം സന്തതി ഉൽപാദനം നടത്തുകയും അങ്ങനെ ധൃതരാഷ്ട്രനും പാണ്ഡുവും ജനിക്കുകയും ചെയ്യുന്നത്. ഇതിൽ തന്നെ പാണ്ഡുവിൻ്റെ മക്കളായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പഞ്ചപാണ്ഡവന്മാരെന്ന് വിളിക്കുന്ന യുധിഷ്ഠിരൻ മുതൽ നകുല സഹദേവന്മാർ വരെയുള്ള ആളുകൾ വിവാഹേതരമായ ഒരു ദാമ്പത്യ ബന്ധത്തിലൂടെ കുന്തിക്ക് ജനിക്കുന്ന മക്കളാണ് എന്നും ഈ ഇതിഹാസം പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഭാരതീയ ഇതിഹാസങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന, ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്ന സംസ്കാരം, ഇതിലെ മനുഷ്യബന്ധങ്ങൾ, ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സത്ത, ഇത് വാസ്തവത്തിൽ നിലവിലുള്ള സംഘപരിവാറിൻ്റെ തന്നെ സദാചാര സങ്കല്പങ്ങൾക്ക് നേർവിപരീതമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആണ് സുമന്ത ബാനർജി ഈ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ചരിത്രത്തിലൂടെ ആകട്ടെ, ഇതിഹാസങ്ങളിലൂടെയോ പുരാണങ്ങളിലൂടെയോ ആകട്ടെ, ആ മഹത് ഗ്രന്ഥങ്ങളിലെ മഹത് രചനകളിലെ മാനുഷിക ബന്ധങ്ങളുടെ ഊഷ്മളത തിരിച്ചറിയാനാവാത്ത, സംസ്കാരശൂന്യമായ ഒരു അധികാരഘടന നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ ആണ് ഇവിടെ നമുക്കറിയാവുന്നതുപോലെ പുതിയ ഡ്രസ് കോഡ് നടപ്പാക്കാൻ, പുതിയ തരത്തിലുള്ള വേഷവിധാനങ്ങൾ, പുതിയ സംസ്കാരം, പുതിയ സദാചാരം, പുതിയ അധികാരഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് തോന്നുന്നു സദാചാര പോലീസിൻ്റെ ഒരുപക്ഷെ ആദ്യ അനുഭവം എന്ന് നമുക്ക് കേരളത്തിന് എനിക്ക് തോന്നുന്നത് അങ്ങനെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായ ഒന്ന്, അത് മഞ്ചേരിയിലെ തസ്നി ബാനുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമായിരുന്നു.
അന്ന് NDF, ഇന്നത്തെ SDPIയുടെ പ്രാഗ്രൂപമായിട്ടുള്ള NDF ആണ് തസ്നി ബാനു മുസ്ലിം അല്ലാത്ത മറ്റൊരു ചെറുപ്പക്കാരനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് എതിരായിട്ട് അവരുടെ ജീവിതത്തിനെ അസഹ്യമാക്കാവുന്ന തരത്തിലുള്ള പേശീബലം ഉപയോഗിച്ച് കടന്നാക്രമണ സംവിധാനങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നത്. കേരളത്തിലുടനീളം വളരെ ശക്തമായ പ്രതിഷേധം അതിനെതിരായിട്ട് ഉയർന്നു വരികയുണ്ടായി എന്ന് നമുക്കറിയാം. അതിനുശേഷമുള്ള കാലങ്ങളിലൊക്കെ നേരത്തെ സുനിൽ വളരെ സൂക്ഷ്മമായി, വളരെ സ്പഷ്ടമായി, വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതുപോലെ മതങ്ങൾ ഇന്ന് നയിക്കുന്നത് ഒരുതരം ഫാസിസ്റ്റ് രൂപത്തിലുള്ള പൗരോഹിത്യത്തിൻ്റെയും മത സങ്കുചിത അധികാരത്തിൻ്റെയും ശക്തികൾ ആണ് എന്ന് നമുക്കറിയാം. ഈ ശക്തികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ മതഭരണം മതങ്ങൾ പ്രകീർത്തിക്കുന്നുവെന്നോ ഉയർത്തിപ്പിടിക്കുന്നുവെന്നോ അതിൻ്റെ ഉള്ളടക്കമായിരിക്കുന്നുവെന്നോ അത് ചൂണ്ടിക്കാണിക്കുന്ന നൈതികതയുടെ ഏതെങ്കിലും മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല അത് പ്രവർത്തിക്കുന്നതെന്നും അത് അധികാരവും സമ്പത്തുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യവഹാരങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇതും രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ആൾദൈവങ്ങളായി, മതസ്ഥാപനങ്ങളായി, പള്ളികളായി, അമ്പലങ്ങളായി, ഇതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് സമുച്ചയങ്ങളായി, അധികാരത്തിൻ്റെ വിഭിന്ന വിധാനങ്ങൾക്ക് മുകളിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളായി ഒക്കെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിലും അതിൻ്റെ വളരെ ആഴത്തിലുള്ള നിയന്ത്രണ ശേഷി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർ പറയും, ഇന്ന തരത്തിലുള്ള വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത്, ഇന്ന തരത്തിലുള്ള ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഇന്ന തരത്തിലുള്ള ആഹാരമാണ് നിങ്ങൾ കഴിക്കേണ്ടിയിരിക്കുന്നത്, ഇന്ന തരത്തിലുള്ള അധികാര ശക്തികളെയാണ് നിങ്ങൾ പിന്തുണയ്ക്കേണ്ടിയിരിക്കുന്നത്. ഈ രൂപത്തിലൊക്കെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ഏറ്റവും മൗലികമായ, ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും പ്രാഥമികമായ സ്വാതന്ത്ര്യങ്ങളെ പോലും സ്വന്തം പരിധിക്ക് നിർത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ അറിയുന്ന, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സദാചാര പോലീസിൻ്റെ പ്രശ്നം. NS മാധവൻ തൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വളരെ ചെറിയ ചെറിയ രൂപങ്ങളിൽ ഇത് ഓരോ വ്യക്തിയും അതിനെ സ്വാംശീകരിക്കാവുന്ന ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ഈ അധികാരത്തിന് വഴങ്ങിക്കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം പൊതുവിൽ സമൂഹത്തിൽ സംജാതമാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ അധികാരഘടനയുടെ സദാചാര സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും ദുർബലമായ ശ്രമങ്ങൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അവസ്ഥയിൽ ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇവിടെ നമ്മൾ സദാചാര പോലീസിങ്ങിനെതിരായി അതിലൂടെ സമൂഹത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് അധികാര ഘടനയ്ക്ക് എതിരായി ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ ജനാധിപത്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചെറുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്, ആ ശ്രമങ്ങളെ നമ്മൾ പോഷിപ്പിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. തീർച്ചയായും അതിൽ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഉറപ്പുകൾ കിടക്കുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കേണ്ടതുണ്ടെങ്കിൽ ജനാധിപത്യപരമായി അത് ഇന്ന് അതിന് നിലവിലുള്ള അവകാശങ്ങളെയെങ്കിലും അതിനെ നിലനിർത്തുകയും പുതിയ വിധാനങ്ങളിലേക്ക് അതിനെ ഉയർത്തുകയും ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഫാസിസത്തിൻ്റെ, ഈ സദാചാര പോലീസിങ്ങിൻ്റെ ഈ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും ദുർബലമായ ശ്രമങ്ങളെപ്പോലും ഏറ്റവും മഹത്തായ ഉള്ളടക്കമുള്ള ശ്രമങ്ങളായി കണ്ടെത്തിയിട്ട് നമുക്കതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്, പോഷിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഈ കൺവെൻഷൻ സഹായകമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതോടൊപ്പം നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഐക്യദാർഢ്യം അതിനോട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. യുവജനവേദി സംസ്ഥാന സെക്രട്ടറി സഖാവ് PN ബാബു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ സഖാക്കളെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ വനിതാ സംഘടനയുടെ നേതൃത്വത്തിൽ സദാചാര പോലീസും ഫാസിസവും എന്ന വിഷയം ഒരു സംവാദം സംഘടിപ്പിക്കുവാനിടയായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊച്ചിയിൽ ഉയർന്നു വന്ന ചുംബന സമരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. ചുംബന സമരവും അതിനാധാരവുമായ സംഭവങ്ങളും പ്രത്യക്ഷത്തിൽ അത് ബോധ്യപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ആ ചുംബന സമരത്തിനെതിരായിട്ട് രംഗത്ത് വന്നത് അതുവരെ പരസ്പരം കണ്ടാൽ സംസാരിക്കാത്തവർ, പരസ്പരം വാളോങ്ങി നിൽക്കുന്ന മുഴുവൻ വർഗീയ ശക്തികൾക്കും യോജിക്കാവുന്ന ഒരു അഭിപ്രായമായിരുന്നു ചുംബന സമരത്തിനെതിരായിട്ടുള്ളത്. ഞാനിത് പറഞ്ഞത്, ഇന്ന് നമ്മൾ സദാചാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സഖാവ് PKV സൂചിപ്പിച്ചതുപോലെ സദാചാരം
എന്നും നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ആചാരങ്ങൾ തന്നെയാണ്. അത്തരം സദാചാരങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ഒരു വെല്ലുവിളിയെ അത് സംഘടിതമായി ചെറുക്കുകയും അതിനെ മാറ്റിത്തീർക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം അത് മുൻപോട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, കല്ലുമാല പൊട്ടിച്ചെറിയുവാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്യുമ്പോൾ അതൊരു സദാചാരമായിരുന്നു കല്ലുമാല അണിക എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ. അതിനെ വെല്ലുവിളിക്കുവാനാണ് അയ്യങ്കാളി അത് പൊട്ടിച്ചെറിയുവാൻ തീരുമാനിക്കുമ്പോൾ നാം കണ്ടതാണ് ആയിരക്കണക്കിന് ഹൈന്ദവ ഫാസിസ്റ്റുകൾ അങ്ങോട്ട് മാർച്ച് ചെയ്യുന്നു, അവിടെ കലാപങ്ങൾ അഴിച്ചുവിടുന്നു. ഇതുതന്നെയായിരുന്നു നിലനിന്ന ഒരു ആചാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബ്രാഹ്മണന് മാത്രമേ പ്രതിഷ്ഠ നടത്തുവാൻ കഴിയൂ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ ആ സദാചാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഒരു ഈഴവനോ ആയ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ്യമില്ലാത്ത അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാത്ത തനിക്കും തൻ്റേതായ ദൈവത്തെ സ്ഥാപിക്കുവാൻ കഴിയും എന്ന് അത് ആ പ്രതിഷ്ഠ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് വെല്ലുവിളിച്ചത് ആ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥയുടെ സദാചാരത്തെയാണ്. അപ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് സദാചാരം എന്ന് പറയുമ്പോൾ അത് വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആചാരക്രമങ്ങൾ, അത്തരം ആചാരക്രമങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന എന്തിനേയും അവർ സംഘടിതമായി എതിർക്കും. അത് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണത്. അപ്പോൾ വ്യവസ്ഥയ്ക്കെതിരായുള്ള ഒരു പ്രക്ഷോഭത്തോടുള്ള അതിൻ്റെ ഒരു അസഹിഷ്ണുത, അതിൻ്റെ ഒരു സമീപനമാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചുംബിക്കുമ്പോൾ ഉണ്ടായി എന്ന് പറയുന്ന ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ അതിൻ്റെ ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും രാഷ്ട്രീയമാണ്. നിലനിൽക്കുന്ന ഇന്നത്തെ വർഗീയത എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവമാകട്ടെ, മുസ്ലിമാകട്ടെ, ന്യൂനപക്ഷമാകട്ടെ, ഭൂരിപക്ഷമാകട്ടെ, അതിൻ്റെ ഒരു പ്രത്യശാസ്ത്രം അത് സാമ്പത്തിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇന്ന് നിൽക്കുന്ന മൂലധന ശക്തികളെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരം മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വരപ്പെടാവുന്ന മുഴുവൻ രൂപങ്ങളെയും ആ രൂപങ്ങളുടെ മുഴുവൻ പ്രതിഫലനങ്ങളെയും ഇല്ലാതാക്കുവാൻ ഈ ശക്തികൾ ഒന്നിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഇത്തരം ഈ സദാചാരബോധം ഇന്ന് കേരളത്തിൽ ഉയർന്നു വരികയും ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചുംബിച്ചപ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ സദാചാരം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ ഫാസിസ്റ്റ് മാത്രമല്ല മുഴുവൻ വർഗീയ ശക്തികളെ രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ വർത്തമാന ഇന്ത്യയിൽ ഈ നടപ്പിലാക്കുന്ന BJPയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഫാസിസ്റ്റ് നയങ്ങൾ, സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, ആ സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി ഈ വ്യവസ്ഥയെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം തങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു ഈ ജാതിയും മതവും വ്യത്യാസമില്ലാതെ ഇത്തരം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂലധനത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ വിഷയമാണത്. രാജ്യത്തെ സ്ത്രീയുടെ കഴിവിൻ്റെ മാത്രം വിഷയമല്ല, സ്ത്രീയുടെ കഴിവിനെ ആർജിക്കുവാൻ കഴിയുന്ന സാമൂഹികമായ ചുറ്റുപാടുകൾ, അത്തരം ചുറ്റുപാടുകളിലേക്ക് ഒരു പ്രക്ഷോഭത്തിൻ്റെ മൂലധന താല്പര്യങ്ങളുടെ പ്രക്ഷോഭത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ശക്തിയെ കെട്ടഴിച്ചു വിടുകയും ആ പ്രക്ഷോഭം മുൻപോട്ട് നയിക്കുമ്പോഴാണ് ഇത്തരം ആചാരങ്ങളെ അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഈ നല്ല ആചാരങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ അനാചാരങ്ങളെ തകർത്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പുത്തൻ ആശയങ്ങളും പുത്തൻ സങ്കല്പങ്ങളും മുമ്പോട്ട് വെക്കാൻ കഴിയും. അത്തരം ചില നാമ്പുകൾ രാജ്യത്തുണ്ടാകുന്നുണ്ട്. നമ്മുടെ സാംസ്കാരികം നമുക്കറിയാം. മീരയുടെ നോവൽ ആരാച്ചാർ എന്ന നോവലിലൂടെ വളരെ ശക്തമായിട്ടും മീര പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ സ്ത്രീയുടെ അവസ്ഥയാണ്. ഒരിക്കൽ പോലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കുവാൻ ആഗ്രഹിക്കാത്ത അറിയാത്ത ഒരു പെൺകുട്ടി ആരാച്ചാരായി മാറുന്നു. അവൾ സമൂഹത്തിൻ്റെ തിന്മകൾക്ക് മേലിൽ അവൾ ആ കയറിട്ടിട്ട് ലിവർ വലിക്കുവാൻ തയ്യാറാകുന്ന സ്ത്രീ രൂപങ്ങൾ പ്രക്ഷോഭത്തിൻ്റെതായ സാമൂഹിക ചുറ്റുപാട് ഒരിക്കലും അവരുടെ ആരാച്ചാര ആകണമെന്ന് ആഗ്രഹിച്ചവരല്ല. പക്ഷേ സാമൂഹിക ചുറ്റുപാട് അവളെ ഒരു ആരാച്ചാരാക്കുവാനും ഒരു ആരാച്ചാരുടെ ധൈര്യം കൈവരിക്കുവാനും കഴിഞ്ഞു. പ്രക്ഷോഭത്തിൻ്റെ വഴി മുമ്പിൽ വിശാലമാണ്. അത് സാമ്രാജ്യത്വ വിരുദ്ധമായ സാമ്രാജ്യത്വ മൂലധന ശക്തികൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം കൂടിയും അത് കണ്ടു ചേർക്കുമ്പോഴാണ് ഇത്തരം അനാചാരങ്ങളെ ചെറുത്തോൽപ്പിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യുവജനവേദിയെ സംബന്ധിച്ചിടത്തോളം യുവജനവേദി അത്തരം പോരാട്ടങ്ങളിലാണ്. ആൾദൈവങ്ങൾക്കെതിരായിട്ട്, അനാചാരങ്ങൾക്കെതിരായിട്ട്, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് യുവജനവേദി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പോരാട്ടപാതയിലാണ്. തീർച്ചയായും ആ പോരാട്ടം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾക്ക് ബദലായി നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം പോരാട്ടങ്ങളുടെ പാതയിൽ അണിനിരക്കുകയാണ് നാം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ജനാധിപത്യ വനിതാ സംഘടന സംഘടിപ്പിച്ച ഈ സംവാദം അത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഊർജ്ജമാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. നമ്മൾ ഈ സമ്മേളനം ചുംബന സമരത്തിന് നേതൃത്വം നൽകിയ അതിൽ പങ്കെടുത്ത ഒരു ജനാധിപത്യ പ്രവർത്തകനായിട്ടുള്ള സഖാവ് ടി എൻ ജോയിയെ കൊടുങ്ങല്ലൂർ വെച്ച്
സംഘപരിവാർ ശക്തികൾ ആക്രമിച്ചതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം നമ്മളിതിൽ പാസ്സാക്കുകയാണ്. പ്രമേയം ഇതാണ്: മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാഥമികവും മൗലികവുമായ പ്രകാശനങ്ങളെ പോലും പേശീബലവും അധികാരവും ഉപയോഗിച്ച് തമസ്കരിക്കുന്ന സദാചാര പോലീസിങ്ങിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തനം എഴുത്തുകാരനുമായ സഖാവ് ടി.എൻ. ജോയിയെ കൊടുങ്ങല്ലൂരിൽ വെച്ച് കയ്യേറ്റം ചെയ്യാനും അവമതിക്കാനും മുതിർന്ന ഹിന്ദു വർഗീയവാദികളുടെ അതിക്രമങ്ങളെ ജനാധിപത്യ വനിതാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1/12/2014 എറണാകുളത്ത് ചേർന്ന മോറൽ പോലീസിങ്ങിനും ഫാസിസത്തിനുമെതിരായിട്ടുള്ള സമ്മേളനം ശക്തമായി അപലപിക്കുന്നു. അതിക്രമങ്ങൾക്ക് മുതിർന്ന സംഘപരിവാർ ഗുണ്ടാ സംഘത്തിനെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സഖാവ് ടി.എൻ. ജോയിക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമം അനുദിനം തീവ്രമായി കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ അക്രമോത്സുകതയെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതിനെതിരായി രംഗത്ത് വരണമെന്ന് ഈ സമ്മേളനം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ വനിതാ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് CM ഷിജയെ ക്ഷണിച്ചോളൂ. ജനാധിപത്യ വനിതാ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന സദാചാര പോലീസും ഫാസിസവും എന്ന സംവാദം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിച്ച സഖാവ് അജിത, ഇതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച സഖാക്കൾ PK വേണുഗോപാൽ, സുനിൽ P. ഇളയിടം, സഖാവ് അരുൺ, അഡ്വക്കേറ്റ് TB മിനി, സഖാവ് PN ബാബു, സഖാവ് അനിത, ഇവിടെ സമ്മേളിച്ച മുഴുവൻ പുരോഗമന ചിന്താഗതിക്കാർക്കും നല്ലവരായ സഖാക്കൾക്കും നന്ദി പറയുന്നു.